Namaskaram, I'm Shanu Suresh. Welcome to the Super Dugout, the official podcast series of Super League Kerala. Today, we are bringing you a man who's responsible for creating stellar hits like Traffic, Ustad Hotel. The list is endless. He is the man behind a lot of magic, and now he's bringing his creative vibes from the big screens all the way to the football fields. This is none other than the co-owner of Thrissur Magic FC, Liston Stephen. ലാസ്റ്റ് ഇയർ അവർക്ക് ഒരു വിജയം മാത്രം നേടാൻ കഴിഞ്ഞുള്ളൂ അഗൈൻസ്റ്റ് കാലിക്കറ്റ്. എന്നാൽ ഈ വർഷം പുതിയ ഉന്മേഷത്തോടെ പുതിയ സ്റ്റേഡിയവുമായി അവർ തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. ആൻഡ് നൗ ഹീസ് ഓൾ സെറ്റ് ടു റീറൈറ്റ് ദ സ്ക്രിപ്റ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ മൂവീസ് ബട്ട് ഫോർ ദ ഗെയിം ഇൻ സീസൺ 2. ലിസ്റ്റൻ, നമസ്കാരം. വെൽക്കം ടു ദ സൂപ്പർ ഡഗ് ഔട്ട്. ഇപ്പോൾ സൂപ്പർ ലീഗ് കേരള സക്സസ്ഫുള്ളി രണ്ടാമത്തെ സീസണിലേക്ക് എത്തിയിരിക്കുകയാണ്. പേഴ്സണലി എനിക്ക് ഈ ഒരു സീസണിലേക്ക് കയറുമ്പോഴത്തേക്കും എന്താണ്, ഹൗ ഡു യു എക്സാക്ട്ലി ഫീൽ? നമുക്ക് അവിടുന്ന് തുടങ്ങി. ഭയങ്കര സന്തോഷം. നമ്മളിപ്പോൾ തമാശയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 1ാം ക്ലാസ്സിൽ നിന്ന് 2ാം ക്ലാസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും അതേ ഫീൽ തന്നെയാണ്. നമ്മൾ ഒരു എന്താ പറയുക, ഒരു ഫുട്ബോളിൻ്റെ ടീമിൻ്റെ ഒരു ഭാഗമായി. അത് കഴിഞ്ഞ വർഷം നന്നായിട്ട് എല്ലാ ടീം അംഗങ്ങളും നന്നായിട്ട് നല്ല പ്രകടനം കാഴ്ചവെച്ചു. ആ സീസണിൻ്റെ ഒരു നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോവുകയാണ്. അപ്പം 2ാമത്തെ റൗണ്ടാണ്. അപ്പം നമ്മൾ ആസ് എ ടീം ഓണർ എന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാം സെറ്റാകുന്നത് ഈ ഒരു ടൈം മുതലാണ്. അപ്പം ഈ ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് നന്നായിട്ട് ഞങ്ങളുടെ ടീമിന്, ഞങ്ങളുടെ ഒപ്പം ഉള്ളവർക്കെല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഉള്ളത്. ഓക്കെ. എന്നാൽ കഴിഞ്ഞ സീസണിൻ്റെ ഒരു പെർഫോമൻസ് എനിക്കറിയാം. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ വി ഹാഡ് ദിസ് കോൺവെർസേഷൻ ദറ്റ് അത് നമുക്ക് ജസ്റ്റ് ഒരു ട്രയൽ, ഒരു സാമ്പിൾ വെടിക്കെട്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ പഠിച്ചത് ദറ്റ് വാട്ട് ടു ബി ഡൺ ആൻഡ് വാട്ട്സ് നോട്ട് ടു ബി ഡൺ. എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ സീസണിൽ പറ്റിയ പരാജയത്തിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കാൻ പറ്റിയത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്? ഇല്ല, അങ്ങനെയല്ല. നമ്മുടെ പ്ലെയേഴ്സ്, നമ്മുടെ ഒപ്പമുള്ളവർ, നമ്മൾ സെലക്ട് ചെയ്തവർ നന്നായിട്ട് ഗ്രൗണ്ടിൽ നന്നായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തൊരു മെയിനായിട്ടുള്ളൊരു കാര്യം. നമ്മൾ സെലക്ട് ചെയ്യുന്നു, എല്ലാം നല്ല പ്ലെയേഴ്സിനെ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. പക്ഷേ അപ്പം ഇവർക്ക് ഇഞ്ചുറി ഉണ്ടാവാൻ പാടില്ല, ഇവർക്ക് പരിക്കുകൾ പറ്റി ബെഞ്ചിലിരിക്കാൻ പാടില്ലല്ലോ. അത് തന്നെയാണ്. അപ്പം ഇതൊക്കെ ഒരു ലക്കാണ് പൂർണ്ണമായിട്ടും. ഞങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും ലാസ്റ്റ് ടീം സെലക്ട് ആയത് തൃശ്ശൂർ മാജിക് എഫ് സി ആണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾക്ക് ടീമൊന്നും സെറ്റാകാൻ പോലുള്ള ടൈം ഇല്ലായിരുന്നു. അപ്പോൾ എന്താ പറയുക, ആ ഒരു ഡ്യൂറേഷന് തൊട്ട് മുമ്പ് തന്നെ എന്താ പറയുക, അതിൻ്റെ അകത്തെ കളിയിലേക്ക് കടക്കേണ്ടി വന്നു. കളികൾ ആരംഭിച്ചു. അങ്ങനെയുള്ള കുറേ ഡ്രോബാക്സ് ഉണ്ടായിരുന്നു ഞങ്ങളെ. ഇപ്രാവശ്യം നമ്മൾ അതെല്ലാം, ആ മൈനസ് പോയിന്റുകളെല്ലാം നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിട്ടാണ് ഇപ്രാവശ്യം അരങ്ങേറുന്നത്. അപ്പം നമ്മൾ നല്ല നല്ല പ്ലെയേഴ്സിനെ, കോച്ചസിനെ ഇപ്പം ഈവൻ എടുത്തിട്ടുണ്ട്. ഒപ്പം സപ്പോർട്ടിന് ഒരുപാട് പേരുണ്ട്. അപ്പം ഈ എത്ര പേരുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നല്ല നമ്മുടെ ടീമിൻ്റെ പ്ലെയേഴ്സിൻ്റെ മൂഡ്, സാഹചര്യങ്ങളെല്ലാം ഗ്രൗണ്ടിൽ ഇതെല്ലാം നല്ല മാച്ചായിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ സക്സസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കളിയിൽ ജയിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പം എല്ലാവരും എല്ലാ ടീമുകളും പ്ലെയേഴ്സും എല്ലാവരും ആ സ്പിരിറ്റോടു കൂടി തന്നെയാണല്ലോ ഇതിനെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ആർക്കൊപ്പമാണ് ജയം. കളിയാകുമ്പം 2 ടീമുകളാണ് മത്സരിക്കുന്നത്. അപ്പം ഒരാൾക്ക് ജയവും ഒരാൾക്ക് തോൽവിയും ഉണ്ടാവുമല്ലോ. പിന്നെ നമ്മൾ മാക്സിമം ജയിച്ചാൽ എത്ര ഗോളിന് ജയിക്കാൻ പറ്റും, തോറ്റാൽ എത്ര ഗോളിൻ്റെ കുറവിൽ തോക്കാൻ പറ്റുമെന്നാണല്ലോ പിന്നീട് നോക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ നമുക്ക്. നമുക്കിപ്പം 2ാം റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമല്ലേ. സോ ലെറ്റ്സ് സീ. അപ്പോൾ ഞാനിനി നേരെ ലിസ്റ്റിൻ്റെ ഒരു ജീവിതത്തിലേക്ക് ഇനി വരാൻ പോവുകയാണ്, പേഴ്സണൽ ലൈഫിലേക്ക്. നമുക്ക് കാരണം ആഷിഖ് ഉസ്മാൻ എൻ്റെ സ്കൂളിലെ സീനിയറാണ്. അപ്പോൾ ഞാൻ ആഷിനെ വിളിച്ചിരുന്നു, ഞാനിപ്പോൾ ലിസ്റ്റിനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോവുകയാണ്, എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടോ ലിസ്റ്റിൻ്റെ അടുത്ത് ചോദിക്കാൻ പറ്റുക. അപ്പോൾ ആഷിഖിൻ്റെ അടുത്ത് പറഞ്ഞു, അവൻ്റെ അടുത്ത് ഇത് പറഞ്ഞാൽ മതി. ആഷിഖ് ചോദിച്ചെന്ന് പറഞ്ഞു, അളിയ നിന്നെ കൊണ്ട് എങ്ങനെ ഇതെല്ലാം സാധിക്കുന്നു എന്നുള്ള ഒറ്റൊരു പോയിന്റ് മാത്രം ചോദിക്കാൻ പറഞ്ഞു. സോ ബിക്കോസ് ഒബ്വിയസ്ലി എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ലിസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്യുന്നത്. റെക്കോർഡിംഗ് സ്റ്റുഡിയോ, മൂവി അക്കാഡമി, തിയേറ്റേഴ്സ്, ഫിലിം ഡിസ്ട്രിബ്യൂഷൻ, ഫിലിം പ്രൊഡക്ഷൻ, ഇപ്പോൾ ഫുട്ബോൾ, പിന്നെ പല പല ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രസിഡന്റ്. അത് പറഞ്ഞ് തീരുമ്പോൾ തന്നെ എൻ്റെ നാവിലെ വെള്ളം തീരും. പക്ഷെ എങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക? അല്ല, നമുക്കിപ്പം ഓരോ വ്യക്തികൾ ഓരോരോ രീതികളാണല്ലോ. അപ്പോൾ അവർ നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം നമുക്കിപ്പോൾ നമുക്ക് ഇപ്പം മന്ത്രിമാരൊക്കെ എത്രയോ മീറ്റിങ്ങുകൾ ഒരു ദിവസം അവർ
ഇപ്പം ഇവൻ പോയി പങ്കെടുക്കുന്നുണ്ട്. അത് എത്ര സ്ഥലങ്ങളിലാണ്. അപ്പം നേരെ മറിച്ച് ആ മീറ്റിങ്ങുകളിലെ എണ്ണം കുറവാണെങ്കിൽ അത്രയും സ്ഥലത്ത് അത്രയും ടൈം സ്പെൻഡ് ചെയ്യും. അപ്പം 15 മിനിറ്റ് സ്പെൻഡ് ചെയ്യേണ്ട സ്ഥലത്ത് സമയം കൂടുതലുണ്ടെങ്കിൽ അവർ അരമണിക്കൂർ സ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യും. സമയം പരിപാടികൾ കൂടുന്തോറും അതത് സ്ഥലത്ത് പ്രസൻസ് ഉണ്ടെങ്കിലും ആ സമയം എന്ന് പറയുന്നത് ലിമിറ്റ് ഉണ്ടാവും. എന്ന് പറയുന്ന പോലെ ഇതൊരു ആഗ്രഹവും കൂടെ വേണമല്ലോ. അപ്പോൾ ഇതെല്ലാം ചെയ്യണം. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളൊരു ആളാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, ഒരുപാട് കാര്യങ്ങളിലൂടെ കടന്നു പോകണം. ഇപ്പോൾ ഒരു മനുഷ്യനാണല്ലോ, മനുഷ്യൻ എന്ന് പറയുന്നത് ആഗ്രഹിക്കാം, ഒരുപാട് ആഗ്രഹിക്കാം. പക്ഷെ ഇത് ഇപ്പോഴും മനുഷ്യനല്ല, ഇത് സൂപ്പർമാൻ ആയിട്ട് തോന്നുന്നു. I mean. അല്ലല്ല, എന്ത് നിർവഹിച്ചാലും ഡിഫൈൻ ചെയ്താലും ആഫ്റ്റർ ഓൾ ഒരു മനുഷ്യനാണ്. അപ്പം നമുക്ക് ആഗ്രഹങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിട്ടിരിക്കാം. നമുക്ക് റിസൾട്ട് വരുന്നത് വരെ മറ്റുള്ളവർക്ക് അതൊരു അവൻ്റെ ഒരു ആഗ്രഹങ്ങളെ എന്നൊക്കെ ചിലപ്പോൾ ചെയ്യുമെന്ന് തോന്നാം. പക്ഷെ നമുക്കതിനോട് പൂർണ്ണമായിട്ടുള്ള ഒരു അർപ്പണബോധം ഉണ്ടെങ്കിലാണ് നമുക്കിതൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളിപ്പം ട്രൈ ചെയ്യുന്ന എത്രയോ കാര്യങ്ങൾ നമ്മൾ ഫെയിലായി പോകും. എന്ന് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ മാറ്റി വെക്കണമെന്നില്ല. ഇത് ഞാൻ പറയുന്നത് എൻ്റെ തോട്ട്സാണ്. ഇപ്പം രത്തൻ ടാറ്റ മരിച്ചപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ഉള്ള പ്രസ്ഥാനങ്ങളെല്ലാം ഞാൻ നോക്കുമ്പോൾ ആ പേപ്പറിൽ ഇങ്ങനെ കാണുകയാണ്. പുള്ളിയുടെ ഫോട്ടോ വെച്ചിട്ട് പുള്ളിയുടെ ഈവൻ എല്ലാ പ്രസ്ഥാനങ്ങളും പുള്ളി ചെയ്തുകൊണ്ടിട്ടിരുന്ന എല്ലാ ബിസിനസ്സുകളും അതിൻ്റെ അകത്ത് കാണുകയാണ്. അപ്പം ഇത് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. ഞാൻ പറഞ്ഞ അത്രയും വലിയ പരിപാടികളൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ നമ്മുടെ എന്താ പറയുക, ജീവിതത്തിലെ നമുക്ക് കിട്ടുന്ന ഭാഗ്യങ്ങൾ, ബിസിനസ്സിലെ നമ്മുടെ വലിയ ഉയർച്ചകളും ഒക്കെയാണ് നമ്മളെ വീണ്ടും വീണ്ടും തിങ്ക് ചെയ്യിപ്പിച്ച് ഇങ്ങനെ നമുക്ക് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വലുതായിട്ട് ആഗ്രഹിച്ചാലാണ് നമുക്ക് ചെറുതായിട്ട് ഈവൻ കിട്ടുക. എന്ന് വെച്ചാൽ ആഗ്രഹിച്ചാൽ കിട്ടണമെന്നൊന്നുമില്ല. ഇതൊക്കെ ചില ആളുകളോട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ റൂട്ടിലൂടെ പോകും, ആ റൂട്ട് എല്ലാ സ്ഥലത്തോടെയും ബസ് ഓടും. അപ്പം ഏത് റൂട്ടിലൂടെയൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. ചിലപ്പോൾ അവിടെ ഫെയിലിയർ ഉണ്ടാവാം, സ്ട്രഗിൾ ഉണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. അപ്പം നമുക്ക് ആഗ്രഹമുള്ള ആളുകൾക്ക് അങ്ങനെ ട്രാവൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നാണ്. അപ്പം നമുക്ക് ആഗ്രഹത്തിന് ഒട്ടും കുറവുള്ള ഒരാളല്ല. അതുകൊണ്ടിട്ട് നമ്മളിങ്ങനെ എല്ലാ പരിപാടികളും ഇങ്ങനെ ട്രൈ ചെയ്യും. മനസ്സിൽ ഇങ്ങനെ ഒരു പരാജയം വരുമ്പോൾ, റൈറ്റ്, പല പല ബിസിനസ്സിൽ പല പല ജംഗ്ഷേഴ്സിൽ തന്നെ ഇഷ്ടം പോലെ ഓബ്സ്റ്റിക്കിൾസ് അല്ലെങ്കിൽ ചാലഞ്ചസ് ഉണ്ടാവും. ആ സമയത്ത് നമ്മളോട് തന്നെ സംസാരിക്കുന്ന ഒരു കോൺവെർസേഷൻ ഉണ്ട്. ഒന്നെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് സക്സസ്ഫുൾ ആയിട്ട് പോകാം. അപ്പോൾ ആ ഒരു മോഡ് മാറ്റാനായിട്ട്, ലൈക്ക് ബസ്സിന്റെ റൂട്ട് നല്ല റൂട്ടിലേക്ക് മാറ്റാനായിട്ടുള്ള ഒരു സെൽഫ് ടോക്ക് എന്താണ്? അല്ല, അങ്ങനെയല്ല. ഇതൊക്കെ ഞാൻ പറയട്ടെ, ആരെന്തൊക്കെ എത്രയോ വലിയ ബിസിനസ്സുകാർ എന്തെല്ലാം രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാലും ഇതെല്ലാം ഒരു ലക്ക് ഫാക്ടറും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളെക്കാൾ കഴിവുള്ളവർ നമ്മുടെ ഒപ്പം ഉണ്ടെങ്കിൽ കൂടെ ഇതെല്ലാം ഒരു ലക്കും കൂടെ വേണം. ഇപ്പം നമ്മളിപ്പം ഞാൻ പറയുന്നത്, ഇപ്പം ഓരോ എക്സാമ്പിൾ ഓരോന്നിനും മാച്ച് അല്ലെങ്കിലും നമ്മളിപ്പോൾ പെട്ടെന്നൊരു പ്രോപ്പർട്ടി വാങ്ങി, ഒരു ചെറിയ വിലയ്ക്ക് വാങ്ങി ഒരു പ്രോപ്പർട്ടിയുടെ അടുത്തൊരു എയർപോർട്ട് വരുവാണ്. അപ്പം പിന്നത്തെ ആ സ്ഥലത്തിൻ്റെ ഒരു വില തന്നെ വേറൊരു ലെവലിലേക്കാണ് വരുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ വാങ്ങിച്ച വ്യക്തിയുടെ കയ്യിൽ നല്ല പൈസ കിട്ടും. അപ്പോൾ പിന്നെ ആൾ എന്താണ് കാണുന്നത്, ആ എമൗണ്ട് വെച്ചിട്ടുള്ള പരിപാടികളാണ് പിന്നീട് പ്ലാൻ ചെയ്യുക. ഇപ്പം ഞാൻ തന്നെ ഒരു സിനിമാ നിർമ്മാതാവാണ്. ഞാൻ നിർമ്മിക്കുന്ന സിനിമകളിൽ എനിക്ക് കുറച്ച് പൈസ കിട്ടിയിട്ടുള്ളെങ്കിൽ എനിക്ക് അത് വെച്ചിട്ടുള്ള കാര്യങ്ങളെ പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് ഞാൻ നിർമ്മിച്ച സിനിമകൾ എല്ലാം ഭയങ്കര ഹിറ്റായിട്ടുള്ള, ഇപ്പോൾ ഒരു കാന്താര പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ലോക ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തുടരും, ഇങ്ങനെയുള്ളൊരു 10 സിനിമകൾ ഞാൻ അങ്ങ് നിർമ്മിച്ചു. അപ്പം ഒരു വലിയ പൈസ നമ്മുടെ കയ്യിലേക്ക് വരുവാണ്. അപ്പം നമ്മൾ അത് വെച്ചിട്ടുള്ള ബിസിനസ്സുകൾ പ്ലാൻ ചെയ്യും. ഇല്ലെങ്കിൽ നമ്മളൊരു ചെറിയ പ്രസ്ഥാനമായിട്ട് തുടങ്ങിയേക്കുന്ന, ഇപ്പോൾ ഉജാലയൊക്കെ നമ്മൾ കേട്ടിട്ടില്ല അല്ലേ? അപ്പോൾ ഉജാലയൊക്കെ ഏത് പരിപാടികളാണെങ്കിലും ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തത് വലിയ ലെവലിലേക്ക്, വലിയ ടേൺ ഓവറിലേക്ക് മാറിപ്പോവുകയാണ്. അപ്പോൾ അത് കാലഘട്ടം, സമയങ്ങളൊക്കെ എടുക്കും. അപ്പം ഈ കോൺട്രാക്റ്റ് കിട്ടുന്നതും, അല്ലെങ്കിൽ ഇപ്പം അദാനി, അംബാനി ഒക്കെ ഇവരുടെ എല്ലാം എടുക്കുമ്പോൾ എന്താണ്, ഇവരൊക്കെ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തവരാണ്. അപ്പം ആ വലുതായിട്ട് ബന്ധങ്ങളും നമ്മൾ ചെയ്യുന്ന ബിസിനസ് സെലക്ട് ചെയ്യുന്നതും ഒക്കെ അടിസ്ഥാനമായിട്ടിരിക്കും ഇതിൻ്റെ ഒരു വളർച്ച. അപ്പം നമ്മൾ ചെയ്യുന്ന പരിപാടിയോട് നമ്മൾ അത്ര ആത്മാർത്ഥതയും ഡെഡിക്കേഷനിലും നിൽക്കുക, ഫുൾ ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത്. ഇതിൻ്റെ ഒരു ടൈം വരുമ്പം അതങ്ങ് പൊക്കോളും, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും. അപ്പം ഇതൊക്കെ റെഡിയാകുമ്പോൾ നമ്മുടെ കൂടെ ഇതിനെല്ലാം വേണ്ടിയ കറക്റ്റായിട്ടുള്ള ആളുകളെ വെക്കുക എന്നുള്ളത് മാത്രമാണ്.
നമ്മളിപ്പോൾ എല്ലാം പഠിച്ചിട്ടുള്ളവരല്ലോ. അപ്പം പഠിച്ച ആളുകളെ നമുക്ക് ഹയർ ചെയ്യാം, കൂടെ നിർത്താം, അവരുടെ അഡ്വൈസ് എടുക്കാം, നമ്മൾ അഡ്വൈസിന് ആളുകളെ വെക്കാം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ ഒരു ഗ്രോത്ത്. ആൻഡ് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ മനസ്സുറപ്പിച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടായിട്ടുള്ള ആൾക്കാർ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ലൈഫിൽ വന്ന് എത്തും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. റൈറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ ലിസ്റ്റിൻ്റെ ചെറുപ്പകാലങ്ങളിലേക്ക് ഒരു ട്രാവൽ ചെയ്യാം. കാരണം ഫുട്ബോളിലേക്ക് ഉള്ള ഒരു ആത്മാർത്ഥത ഏത് പോയിന്റിലാണ് വന്നത്? ആൻഡ് ചെറുപ്പകാലങ്ങളിലുള്ള ഒരു പ്ലേയിങ് ദ ഗെയിം, ആ ഒരു മൂമെന്റ്സിലേക്ക് നമുക്ക് പോവാം. അല്ല, ചെറുപ്പകാലത്ത് ഇപ്പം എന്നോടിപ്പോൾ ഇത് ചോദിച്ചേക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഫുട്ബോൾ ടീം എടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ അത് വെച്ചിട്ടാണ് ഞാൻ ആൻസർ ചെയ്യേണ്ടതെങ്കിലും, ചെറുപ്പത്തിൽ എല്ലാവർക്കും എന്താ പറയുക, പിള്ളേരൊക്കെ ഇപ്പം എനിക്കിപ്പം 38 വയസ്സ് കഴിഞ്ഞു, 39 വയസ്സാകുന്നു. അപ്പോൾ ഞാനുള്ള സമയത്ത് അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഉള്ള ഫുട്ബോൾ കളി, ക്രിക്കറ്റ് കളി, വോളിബോള് ഇങ്ങനത്തെയൊക്കെയുള്ള ഇതാണ്. അപ്പം എൻ്റെ വീട് ഗ്രൗണ്ടിനോട് തൊട്ടടുത്തിട്ടായിരുന്നു. അപ്പം കോളേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കവിടെ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ, നടന്നു പോകുന്ന വഴിക്ക് തന്നെ നമ്മളിതെല്ലാം കണ്ടുകൊണ്ടിട്ടാണ് ചെറുപ്പം മുതൽ ഇരുന്നത്. ഫുട്ബോൾ കളി അല്ലെങ്കിൽ ക്രിക്കറ്റൊക്കെ ആയിക്കോട്ടെ. അപ്പം നമുക്ക് അന്നൊക്കെ ഭയങ്കര ആവേശമാണ്. അപ്പം നമുക്കൊരു ക്രിക്കറ്റ് പ്ലെയർ ആണെന്ന് ചിലപ്പോൾ തോന്നും. നമുക്കറിയാവുന്ന അല്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ സെഞ്ചുറി അടിക്കുമ്പോൾ, 50 അടിക്കുമ്പോൾ, അല്ലെങ്കിൽ എറിഞ്ഞ് കുറച്ച് വിക്കറ്റ് വീഴ്ത്തുമ്പോൾ നമുക്കൊരു നല്ല ക്രിക്കറ്റ് പ്ലെയർ ആവണം, അല്ലെങ്കിൽ ബോളർ ആവണം, ബാറ്റർ ആവണം എന്ന് നമുക്ക് തോന്നും. ഫുട്ബോൾ കളി കാണുമ്പോൾ നമുക്ക് ഓർക്കും നന്നായിട്ട് നമ്മൾ നമ്മുടെ ഏജ് അതാണ് ആക്ച്വലി. എന്താണെന്ന് വെച്ചാൽ അപ്പം നമ്മൾ ആ ഏജിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കത് തോന്നും. ഞാൻ ചെറുപ്പത്തിൽ ഫുട്ബോൾ കളിച്ചപ്പോൾ എൻ്റെ അവിടെ കൂടെ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന ഒരാൾ എൻ്റെ കൈക്കിട്ട് ഒറ്റയടി അടിച്ചപ്പം എൻ്റെ കൈ പൊട്ടൽ വന്നിട്ടുണ്ടായിരുന്നു. കാലിൻ്റെ ചട്ടമുട്ട് തെറ്റിയിട്ടുണ്ട് ഫുട്ബോൾ കളിച്ചപ്പോൾ. അപ്പം ഇതൊക്കെ ഗെയിംസിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര റിസ്ക്കുള്ള ഒരു കാര്യമാണ്. നമ്മൾ എത്രയോ പ്രാവശ്യം വീണിട്ടുണ്ട്. അപ്പം ഞാനൊരു ഇപ്പോൾ പെനാൽറ്റി ലാൻഡ് അടിച്ചപ്പോൾ എന്താണെന്ന് വെച്ചാൽ നേരെ വന്ന് ആ കിക്ക് വന്നത് നമ്മുടെ കയ്യിലേക്കാണ് വന്നത്. എൻ്റെ കൈ പൊട്ടൽ ഉണ്ടായി. അപ്പം ഇതൊക്കെ ഈ ഫുട്ബോളിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം ഇതെല്ലാം പിന്നീട് വന്നപ്പോഴെന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും കളിച്ചുകൊണ്ടിട്ടൊന്നും ഇരിക്കാൻ പറ്റത്തില്ലെങ്കിലും പിന്നീട് വന്നപ്പം ഇത് ടി വിയിലൂടെ കാണുക, മറ്റുള്ള ഒരു കളിക്കുന്ന ആസ്വദിക്കുക എന്നുള്ള കാര്യത്തിലേക്ക് വന്നു. പിന്നീട് നമ്മൾ ബിസിനസ്സിലേക്ക് ഈവൻ വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ നമ്മളത് മിസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നില്ല. അപ്പം നമ്മുടെ ഒരു ആഗ്രഹം, ഇപ്പം ഒരു ടീമിൻ്റെ ഓണറാവുക എന്നുള്ളത് നമ്മൾ ഉദ്ദേശിച്ചു. അത് നമുക്ക് സാധിച്ചു. പിന്നെ അത് തന്നെയല്ല, എൻ്റെ ബ്രദറുണ്ട്. എൻ്റെ ബ്രദർ ഒരു ഫുട്ബോൾ പ്ലെയറാണ്. അപ്പോൾ സന്തോഷ് ട്രോഫിയിലെ ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയറായിട്ട് ജസ്റ്റിൻ സ്റ്റീവനെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജസ്റ്റിൻ പല ടീമിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ട്. മുംബൈ FC, മോഹൻ ബഗാൻ, അങ്ങനെ ചെന്നൈ FC, ഇങ്ങനെ പല ടീമിന് വേണ്ടിയിട്ട് മഹേന്ദ്ര ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ കളിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ചെറിയ പാരമ്പര്യം കൂടെ ഉണ്ട്. പിന്നെ അനീന് ഇത്രയൊക്കെ അവൻ്റെ ഒരു 35 വയസ്സ് വരെ അവൻ ഈ ഫുട്ബോളിനോടൊപ്പം അല്ലെങ്കിൽ എന്താ പറയുക അവൻ്റെ ടൈം ചെലവഴിച്ചതാണ്. അപ്പം അവനോടെ കൂടി ഇൻവോൾവ്ഡ് ആവാൻ പറ്റുന്ന ഒരു കാര്യത്തിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണല്ലോ. അപ്പം ഈ 2-3 കാര്യങ്ങൾ ചേർന്നതാണ് ഇന്നിരിക്കുന്ന മാജിക് FC എന്ന് പറയുന്നത്, തൃശ്ശൂർ മാജിക് FC. ഓക്കെ. പക്ഷെ ഇപ്പോൾ ജസ്റ്റിൻ്റെ കാര്യം പറഞ്ഞത്, ജസ്റ്റിൻ്റെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ട് ഓൺ എ ഡേ ടു ഡേ ബേസിസ്? ഇപ്പോൾ ഒരു ടീമിൻ്റെ ക്രിയേഷൻ ആണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ മാനേജ്മെന്റ് റിലേറ്റഡ് ഡിസിഷൻസ് ആണെങ്കിൽ തന്നെ, ജസ്റ്റിൻ എത്രത്തോളം ഇൻവോൾവ്ഡ് ആണ്? അല്ല, കൂടുതൽ ജസ്റ്റിൻ അതിൻ്റെ അകത്ത് ഇൻവോൾവ്ഡ് ആണ്. അതുപോലെ തന്നെ ജസ്റ്റിൻ്റെ ഒപ്പം കളിച്ചുകൊണ്ടിട്ടിരുന്ന സുശാന്ത് മാത്യു എന്ന് പറയുന്ന ആൾ വയനാട്ടിലുള്ളതാണ്. അപ്പം സുശാന്തും അതുപോലെ തന്നെ ഈസ് ലൈക്ക് മൈ ബ്രദർ. അപ്പോൾ അതുകൊണ്ട് സുശാന്തും ഇതിൻ്റെ അകത്ത് അത്ര ഇൻവോൾവ്ഡ് ആണ്. പിന്നെ ബെനോയിറ്റ് എന്ന് പറയുന്ന ആളുണ്ട്. അപ്പം ഇവരൊക്കെ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ടീമാണ് തൃശ്ശൂർ മാജിക് FC. കാരണം ഇതിൻ്റെ പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് മുതൽ ഇതിൻ്റെ കോച്ചസിനെ സെലക്ട് ചെയ്യുന്നത് മുതൽ, അപ്പം അവരൊക്കെ ഇൻവോൾവ്ഡ് ആയിട്ടാണ് നമ്മുടെ ടീം ട്രാവൽ ചെയ്യുന്നത്. കാരണം എന്നേക്കാൾ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് അതായത് ഫുട്ബോളിനെ സംബന്ധിച്ചിട്ടുള്ള പ്ലെയേഴ്സിനെ എടുക്കുന്ന കാര്യങ്ങളോ മറ്റെല്ലാ കാര്യങ്ങളും അവർക്കാണ് കൂടുതൽ ഇൻവോൾവ്മെൻറ്റ്. ഞാൻ ബാക്കി ഇതിൻ്റെ പുറത്തു നിന്നിട്ടുള്ള ഗൈഡൻസ് ആണ് കൂടുതൽ ചെയ്യുന്നത്. ബ്രദർ വലിയ രീതിയിൽ തന്നെ ഇൻവോൾവ് ആണെന്ന് പറഞ്ഞല്ലേ. പക്ഷേ നിങ്ങൾ തമ്മിൽ പ്രൊഫഷണലി റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാഷസ് ഉണ്ടാകാറുണ്ടോ? വഴക്കുണ്ടാക്കാറുണ്ടോ? അതിൻ്റെ പേരും പറഞ്ഞു ഇപ്പോഴും? ഇല്ല, അങ്ങനെയല്ല. നമ്മളിപ്പോൾ ഇതിനകത്ത് തോറ്റാൽ ഞാനിപ്പോൾ ഇവരോട്
എന്നാ ഇപ്പം ഇവന് സംസാരിക്കാറുണ്ട്. കാരണം നമുക്ക് ടീം ജയിക്കുക എന്നുള്ളത് ഒരു സ്പിരിറ്റിലാണല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ പറയുന്നു, നമ്മൾ അതിൻ്റെ റിസൾട്ടിൽ നമ്മൾ അൾട്ടിമേറ്റ്ലി എന്ത് വന്നു കഴിഞ്ഞാലും ഹാപ്പി ആയിരിക്കും. കാരണം ഇതിൻ്റെ ഒരു പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും ജയമാണെങ്കിലും തോൽവിയാണെങ്കിലും അതിനെക്കുറിച്ച് നമ്മൾ ബോധറല്ല. പക്ഷെ നമ്മളിതൊരു കളിച്ച് തീരുന്നത് വരെ ഇതൊരു ഇത് മൈൻഡിൽ നിന്ന് പോകുന്ന വരെ നമുക്ക് ജയിച്ചേ പറ്റൂ, നമ്മൾ ജയിക്കണം, അവരെ തോൽപ്പിക്കണം, ഇവരെ തോൽപ്പിക്കണം എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. അപ്പം അതനുസരിച്ചുള്ള നമ്മൾ പ്ലെയേഴ്സിനെ എടുക്കണം. നമ്മൾ അതായത് ഗോൾ കീപ്പർ മുതൽ ഫോർവേഡ് മുതൽ ബായ്ക്കാരാണോ സെൻട്രൽ ഫോർവേഡ് ആയിക്കോട്ടെ, അപ്പം ഇവരെല്ലാം നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ബെസ്റ്റായിട്ടുള്ളവരെ സെലക്ട് ചെയ്യണം. കാരണം ഞാൻ ഇതിനകത്ത് ഫുള്ളായിട്ട് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരാളല്ല. അപ്പം നിങ്ങളാണ് ഫുള്ളായിട്ട് ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്നത് നിങ്ങളാണ്. അപ്പം ഈ ഇന്ന പ്ലെയേഴ്സാണ് ഏറ്റവും നന്നായിട്ട് കളിക്കുന്നത്, ഇന്നയാൾ ബാക്കി നിൽക്കുമ്പോഴാണ് നമ്മളിപ്പോൾ ഗോൾ പോസ്റ്റിൽ ഇപ്പോൾ ഈവൻ ഗോൾ കയറാതെ നമുക്ക് കൂടുതൽ നല്ല ആൾ എന്നൊക്കെ മനസ്സിലാക്കുന്നത് നിങ്ങളാണ്. അപ്പം അതിനാണ് നിങ്ങളെ ഇത് ഏർപ്പെടുത്തിയേക്കുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്ന ഇപ്പോൾ ഈവൻ മേഖലയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. അപ്പം എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഞാൻ നിങ്ങളെ അതിന് വേണ്ടിയിട്ട് നിർത്തുമ്പോൾ, പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇൻവോൾവ്മെൻ്റ് അവിടെ കാണിക്കണം. നിങ്ങളുടെ ഇൻവോൾവ്മെൻറ്റ് ശരിയാണ്, നിങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ എല്ലാ പരീക്ഷയ്ക്ക് പരീക്ഷ എഴുതുമ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ട്. അപ്പം ജയിച്ച ആൾക്കാണ് അവിടെ പ്രസക്തിയുള്ളൂ. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പഠിച്ചായിരുന്നു. നമ്മൾ രാവിലെ വെളുപ്പിന് 3 മണിക്ക് മുതൽ എണീറ്റ് പഠിച്ചതാണ്. ഈ സ്റ്റോറി ആർക്കും കേൾക്കാനായിട്ട് താല്പര്യമില്ല, റിസൾട്ടിലാണ്. അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കാം, പ്രാക്ടീസ് ഒത്തിരി ചെയ്തിട്ടുണ്ടാവാം, എല്ലാം ശരിയാണ്. റിസൾട്ട് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, ആ ഒരു സ്പിരിറ്റ്, ഞാൻ പറഞ്ഞത് ആ ഒരു സ്പിരിറ്റ് ഒരിക്കലും മിസ്സാവരുത് എന്നുള്ളൊരു കാര്യം എപ്പോഴും പറയാറായിട്ടുണ്ട്. കാരണം നമ്മൾ തോറ്റാലും നമുക്ക് പ്രശ്നമായിട്ടല്ല, പക്ഷെ അങ്ങനെ ഒരു മോട്ടിവേഷനോ അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ നമ്മൾ പുഷ് ചെയ്യാറായിട്ട് ഉണ്ട്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഒരു ദിവസത്തിൽ നമുക്കൊരു ഒരു പ്രൊഡക്ഷൻ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മൂവിയുടെ സ്ക്രീനിങ് ഉണ്ട്, മറ്റു സൈഡിൽ ഒരു തൃശ്ശൂർ മാജിക് FCയുടെ ഒരു ഗെയിം ഉണ്ട്. ഏതായിരിക്കും ചൂസ് ചെയ്യുക? അല്ല, ഇപ്പം രണ്ടും നമുക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷേ ആണ് സിനിമ എനിക്ക് കുറച്ചും കൂടെ ഈവൻ പ്രിയപ്പെട്ടതാണ്. കാരണം വേറെ ഒന്നുമായിട്ടല്ല, സിനിമ എനിക്ക് പണ്ട് മുതലേ അങ്ങനെയായിരുന്നു. സിനിമ സംസാരിക്കുന്നത്, സിനിമ കാര്യങ്ങൾ കൂടുതൽ ചോദിച്ചറിയുന്നത്, മനസ്സിലാക്കുന്നതൊക്കെ കൂടുതൽ ഇഷ്ടമാണ്. എന്ന് വെച്ച് സിനിമ ഞാൻ പറഞ്ഞല്ലോ, സ്കൂളിൽ പോകുമ്പോൾ മുതൽ ഗ്രൗണ്ടൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ളത് കൊണ്ടിട്ട്, ഇന്ത്യൻ പ്രസിഡന്റ് KR നാരായണൻ്റെ നാടാണ് ഞങ്ങളുടെ. അപ്പോൾ അതുകൊണ്ടിട്ട് സെൻറ്റ് സ്റ്റീഫൻ കോളേജ് ഇപ്പോൾ അവിടെയുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഗ്രൗണ്ട് തൊട്ടടുത്ത്. അപ്പം കോളേജിലുള്ളവരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് അവിടെയാണ്. പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ളവർ, അയൽവക്കത്തുള്ളവരെല്ലാം കളിക്കുന്നത് ഞങ്ങളുടെ ഗ്രൗണ്ടിലാണ്. അപ്പോൾ എപ്പോഴും ഇത് കണ്ടുകൊണ്ടിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടിട്ട് പാഷൻ എന്ന് പറയുന്ന ഒരു കാര്യവും കളിയിനോടുള്ളൊരു സ്പിരിറ്റൊന്നും ഞങ്ങൾക്ക് ഒരു കുറവുമില്ല. എനിക്കെന്നല്ല, ഞങ്ങളുടെ നാട്ടിലുള്ള ആർക്കും അവിടെ ഒരു കുറവില്ല. കാരണം പലർക്കും ഗ്രൗണ്ടൊക്കെ ഇല്ലാത്തതിൻ്റെ ഒരു കുറവുകളുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾക്ക് 2 ഗ്രൗണ്ട്, കോളേജിൻ്റെ ഉണ്ടായിരുന്നു, സ്കൂളിൻ്റെ ഗ്രൗണ്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ലോക്കൽ ടീംസും ഒക്കെ ഉണ്ട്. കാമറൂൺ എന്ന് പറയുന്ന ടീമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എന്താ പറയുക, കൂടുതൽ ഇതിൻ്റെ അകത്തേക്ക് ഇതാണോ കാര്യം, ഇപ്പോൾ 2 കണ്ണ് പോലെയാണ് ആക്ച്വലി. എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ മൈൻഡ് റെഫറൻസ് വന്നു. അല്ല തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ത് കാര്യത്തിലാണല്ലോ നമ്മൾ ഇൻവോൾവ് ആയേക്കുന്നത്, നമ്മൾ അതിനെ അങ്ങനെ കണ്ടാലേ ഉള്ളൂ അതിന് ഒരു 100% നമുക്ക് റിസൾട്ട് കിട്ടും എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ കണ്ണായിട്ട് അതിനെ എക്സാമ്പിളായിട്ട് പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ കാരണം നമ്മളിപ്പോൾ നമുക്ക് ഒരു കാശ് അധികമായിട്ടോ അല്ലെങ്കിൽ ആ ഒരു അർത്ഥത്തിലല്ല നമ്മൾ ഇതിൻ്റെ ഒരു ടീമിനെ കണ്ടേക്കുന്നത്. അതിൻ്റെ ഒരു സ്പിരിറ്റ് ഉള്ളതുകൊണ്ടിട്ട് തന്നെയാണ്. ഇപ്പം എനിക്കുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അനിയന് എന്നേക്കാൾ കൂടുതലുണ്ട്, അല്ലെങ്കിൽ അവനൊപ്പം ഉള്ളവർക്ക് അതിൽ കൂടുതലുണ്ട് എന്നുള്ള തോന്നലാണ് ഈ സ്പിരിറ്റും ഈ ടീമും ഇതിൻ്റെ പുറകെയുള്ള യാത്രയെല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു സിനിമയുടെ കലീഗ്സ് അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ പൃഥ്വിരാജ്, ആസിഫ് അലി, ഇവരൊക്കെ നമ്മളിങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ആൻഡ് ഓഫ് കോഴ്സ് രാജു ഇസ് വെരി ക്ലോസ് ടു യു. പക്ഷേ അത് ഫ്രണ്ട്ഷിപ്പ്. പക്ഷേ കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ ഒരു കോമ്പറ്റീഷൻ, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് ആ ഒരു കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്? അല്ല, തീർച്ചയായിട്ടും നമ്മൾ ഓപ്പോസിറ്റ്, പൃഥ്വിൻ്റെ കൊച്ചിൻ ടീമാണ്, എൻ്റെ തൃശ്ശൂർ ടീമാണ്. അല്ലെങ്കിൽ നമ്മൾ കൊച്ചിനെ തോൽപ്പിക്കാനായിട്ട് ആരെയും നമ്മളിപ്പം ഞാൻ അവരോട് പറയാറുണ്ട്, നമ്മൾ ആരുടെ അടുത്ത് തോറ്റാലും കൊച്ചി ടീമിൻ്റെ മുന്നിൽ നമ്മൾ ജയിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞ വേറെ ഒന്നുമായിട്ടല്ല, എനിക്ക് ചുമ്മാ രാജുവിനോട് പറഞ്ഞു, രാജു അവരോടൊക്കെ കളിക്കാൻ പറ, നല്ല ടീമിനെ എടുക്കുന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം നിർഭാഗ്യവശാൽ നമുക്ക് തോൽപ്പിക്കാനായിട്ട് പറ്റിയിട്ടില്ല.
അപ്പം ഇപ്രാവശ്യം അങ്ങനെയൊക്കെ പറ്റുമെന്നുള്ളതാണ്. കുറച്ച് പേർക്കുള്ള മറുപടി ഇപ്രാവശ്യം കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ മാച്ചിന് ശേഷം രാജു എന്ത് രീതിയിലുള്ള മെസ്സേജ് അല്ലെങ്കിൽ എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ? അല്ല, രാജുവും പറഞ്ഞു, സുപ്രിയയും പറഞ്ഞു, ലിസ്റ്റിനെ കുറച്ചുകൂടെ നല്ല പ്ലേയേഴ്സിനെയൊക്കെ എടുക്കാൻ മേലായിരുന്നോ, എന്താ നിങ്ങൾക്ക് ഇങ്ങനെ എന്നുള്ള രീതിയിലൊക്കെ. അല്ല, നമ്മുടെ കാഷ്വൽ ടോക്കിൽ അങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പം പക്ഷെ ഒരു തോൽവിയേറ്റി വാങ്ങി നിൽക്കുന്ന നമ്മൾ വെറും ഒരു കേൾവിക്കാരൻ്റെ വീട്ട് കേട്ടോണ്ടിട്ടിരുന്നു. ഇപ്രാവശ്യം നോക്കട്ടെ, എനിക്കിത് തിരിച്ചു പറയാനായിട്ട് അവരോടും മറ്റുള്ളവരോടൊക്കെ പറയാൻ പറ്റുമെന്ന് നോക്കട്ടെ. നമ്മൾ അതാണ് നമ്മുടെ ടീമിൻ്റെ ഒപ്പമുള്ളവരോടെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഇനി നമ്മളിപ്പോ ലാസ്റ്റ് ഇയറുടെ മാച്ച് അത് കാലിക്കറ്റിനെതിരെ ആയിരുന്നു. ഒറ്റ മാച്ച് ജയിച്ചു, റൈറ്റ്? അതും ജയിക്കുന്ന ടീം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമിന് എതിരെ നിങ്ങൾ ജയിച്ചു, വിച്ച് ഇസ് എ ബിഗ് തിങ്. ഈ സീസണിലേക്ക് വരുമ്പോൾ അവരെ ഏറ്റുമുട്ടാനായിട്ട് നിങ്ങൾ കംപ്ലീറ്റ്ലി റെഡി ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അതിനായിട്ടുള്ള എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് ചെയ്യുന്നത്? അല്ല, അങ്ങനെയല്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും നമ്മൾ സമനില പിടിച്ചു, നമ്മൾ ജയിച്ചു. കാലിക്കറ്റാണ് ഫസ്റ്റ് വന്നത്. അപ്പോൾ കാലിക്കറ്റിനെ തോൽപ്പിച്ച ടീമായിരുന്നു നമ്മൾ. പക്ഷേ നമ്മൾ നിർഭാഗ്യവശാൽ നമുക്ക് അടുക്കാനായിട്ട് അപ്പോൾ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ലാസ്റ്റ് ടീമൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെയായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് ഒരു ടൈം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പ്ലെയേഴ്സൊക്കെ വരുമ്പോൾ അവർക്ക് പ്രാക്ടീസ് ചെയ്യുക, നല്ല പ്ലെയേഴ്സിനെ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അവർക്ക് ഇത് ഒരു നല്ലൊരു യൂണിറ്റി വേണമല്ലോ. ഇപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കറക്റ്റ് ആവണമല്ലോ. അപ്പം അതിനുള്ള ഒരു എന്താ പറയുക, സമയമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ടീമിൻ്റെ എന്താ പറയുക, ഒരു ഒരു യൂണിറ്റി അത് വന്നിട്ട് ഒരു കറക്റ്റായിട്ടിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എല്ലാ ടീമുകളും ഇങ്ങനെയാണല്ലോ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ചെയ്യാനായിട്ടൊന്നുമില്ല. എന്താണ് ഒരു യൂഷ്വൽ ഒരു നമ്മുടെ ഓപ്പോസിറ്റുള്ള ടീമുകളൊക്കെ ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ജയിക്കണം, മുന്നിൽ വരണം, പ്രൈസ് അടിക്കണം എന്ന് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഇഞ്ചെക്റ്റ് ചെയ്ത് വിടാറുണ്ട് പ്രാവശ്യം. കാരണം നമുക്കതൊരു വാശിയാണല്ലോ, എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ എന്നാലും നമ്മൾ അവരോട് അത് ഇഞ്ചെക്റ്റ് ചെയ്ത് വിടാറുണ്ട്, ഒപ്പം ഉള്ളവരോടൊക്കെ. സോ നമുക്ക് ജയിച്ചേ പറ്റൂ, ജയിച്ചേ ജയിക്കണം. പറ്റൂ. കാരണം ഇത്രയും അധികം സൂപ്പർ ഹിറ്റ് ഫിലിംസ് ചെയ്തിരിക്കുന്ന ഒരാളാണ്. എന്നാൽ തന്നെ മൂവീസ് ഒരു പാഷൻ ആയിരുന്നു. പക്ഷെ മൂവി ചെയ്യാനായിട്ടുള്ള യാതൊരു ട്രെയിനിങ് ചെറുപ്പം മുതലേ ഓഫ് കോഴ്സ് കിട്ടിയിട്ടില്ല അല്ലേ? പക്ഷെ അത് കണ്ടു പഠിച്ച് ചെയ്ത് ഒരു വിജയമാക്കിയ ഒരാള് ഇനി പുതിയ ഒരു മേഖലയിലേക്ക് വരുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് അതിൻ്റെതായ ചാലഞ്ചസ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടോ? നമുക്ക് ഇതുവരെ ഈ കഴിഞ്ഞ സീസണിൽ നിന്ന് ഈ ഒരു സീസൺ ഓഫ് കോഴ്സ് വിജയം അധികം ഉണ്ടായിട്ടില്ല. എന്നാൽ തന്നെ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര കോൺഫിഡന്റ് ആണ്, ഇത് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തോന്നിയ ഒരു പോയിന്റ് ഉണ്ടോ? അല്ല, തീർച്ചയായിട്ടും നമുക്ക് പ്രൗഡ് തോന്നുക എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള തോന്നൽ തന്നെ വലിയ പ്രൗഡാണ്. പിന്നെ ഇതിൻ്റെ ടീം നിങ്ങൾക്കറിയാം, ഇതിൻ്റെ അകത്തെ ഓരോ ടീമിൻ്റെ ഓണേഴ്സ്, അപ്പോൾ അവരെല്ലാം വളരെ ആക്റ്റീവായിട്ട് വളരെ പാഷനേറ്റ് ആയിട്ടാണ് അവരെല്ലാം ഇതിൻ്റെ ഒപ്പം നിൽക്കുന്നത്. അപ്പം അവരോടൊപ്പം നമ്മളും ഒരു ടീം ഓണറായിട്ട് നിൽക്കുമ്പോൾ അതേ സ്പിരിറ്റിൽ നമുക്ക് നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഇത്രയും നല്ല, ഇപ്പം ഞാൻ പറയട്ടെ, വിവിധ രാജ്യത്തുള്ള പ്ലെയേഴ്സിനെ എല്ലാം നമ്മൾ കൊണ്ടുവരുന്നു. ഒരു അമ്പർലയ്ക്കുള്ളിൽ എന്ന് പറയുന്ന പോലെ നമ്മുടെ ടീമിനുള്ളിൽ നമ്മൾ അവരെ കൂടെ നിർത്തി ഈ ഒരു 2-3 മാസക്കാലം നമ്മുടെ പ്ലെയേഴ്സായിട്ട് അവർ കളിക്കുക, നമ്മുടെ ടീമിനൊപ്പം നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ, ഇത് നമ്മളൊരു ടി വിയിലൂടെ ഇരുന്ന് കാണുമ്പോൾ നമ്മൾ ആസ്വദിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളും അങ്ങനെയാണല്ലോ. ഇപ്പോൾ കുറച്ച് കൊല്ലം ബൈക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഇപ്പോൾ ഇവിടെ IPL നടക്കുമ്പോഴാണേലും ഇന്ത്യയുടെ കളി നടക്കുമ്പോഴാണേലും നമ്മളത് ആസ്വദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം എന്ന് പറയുന്ന പോലെ അതിൻ്റെ വേറൊരു പതിപ്പായിട്ടുള്ള ഒരു കാര്യം സംഭവിക്കുമ്പോൾ നമുക്കിതെല്ലാം ഒരു പ്രൗഡ് തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിൻ്റെ ഈച്ച് ആൻഡ് എവരിത്തിങ് നമുക്ക് പ്രൗഡ് തന്നെയാണ്. ഇങ്ങേരുടെ കാര്യം എനിക്ക് കാര്യം പിടികിട്ടി. സ്പെസിഫിക് ആയിട്ട് ഒരു ആൻസർ തരില്ല, ജനറൽ ആയിട്ട് എവിടെയൊക്കെ തൊടാൻ പറ്റുന്ന നേരെ ഒന്നിലേക്കൊന്നും ചെല്ലുന്നില്ല. കുഴപ്പമില്ല, നമുക്കെത്താം. ഓക്കെ, സോ കമ്മിങ് ബാക്ക് ടു ദിസ് പെർട്ടിക്കുലർ ഒരു ലീഗ് ഇൻ ഇറ്റ് സെൽഫ്, എന്തുകൊണ്ട് തൃശ്ശൂർ? അല്ല, എന്തുകൊണ്ട് തൃശ്ശൂർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തൃശ്ശൂരാണ് കിട്ടിയത്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ പക്ഷേ ലക്കിലി തൃശ്ശൂർ ഒരുപാട് ഫുട്ബോൾ പ്ലെയേഴ്സ് വന്നിട്ടുള്ള ഒരു നഗരമാണ് തൃശ്ശൂർ. അപ്പം Of ഈവൻ course. IM വിജയൻ പോലെയുള്ള, അപ്പോൾ ഇതിൻ്റെ തുടക്കം പോലെ IM വിജയനൊക്കെ നമ്മുടെ ഭയങ്കര സപ്പോർട്ടറായിട്ട് കൂടെയുണ്ട്. ഇപ്പം ജോബ് വളഞ്ചേരിയൊക്കെ നമ്മുടെ കൂടെ ഇപ്പം ഈ പ്രാവശ്യം ടീമിലുണ്ട്. അപ്പോൾ തൃശ്ശൂർ എന്ന് പറയുന്നത് നമ്മളവിടെ പോയി കൂടുതൽ ആളുകളെ മീറ്റ് ചെയ്തപ്പോഴാണ് അവിടെ
ഒത്തിരി ഫുട്ബോൾ പ്രേമികളുണ്ട്, ഒത്തിരി ഫുട്ബോൾ ഫാൻസുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മളവിടെ അക്കാഡമി തുടങ്ങുന്ന കാര്യമൊക്കെ ആയിക്കോട്ടെ, അപ്പം അതിലേക്കൊക്കെ ഞങ്ങൾ മുന്നിട്ട് ഇറങ്ങിക്കൊണ്ടിട്ടിരിക്കുകയാണ്. സോ തൃശ്ശൂർ എന്ന് പറയുന്ന ഇപ്രാവശ്യം ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു ടീമായി മാറുമെന്നുള്ളതാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ. കാരണം നമ്മളെല്ലാവരുമായിട്ട് കാണുമ്പോൾ നമ്മൾ ഓരോ മുക്കിലും മൂലയിലൊക്കെ നമ്മൾ ഇപ്രാവശ്യം പോയിട്ടുണ്ട്. സ്കൂളുകളെല്ലാം മാക്സിമം ഞങ്ങൾ വിസിറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടിട്ട് തൃശ്ശൂരിനെ നമ്മൾ ഇപ്രാവശ്യം മുതൽ ഒരു ഒരു എന്താ പറയുക, ഒരു കൂടുതൽ ഫാൻ ബേസ് ഉള്ള ഒരു ടീമാക്കി. ഇപ്പം ഞാൻ പറഞ്ഞ മലപ്പുറമൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മളതിനെ വളർത്തിയെടുക്കാനായിട്ട് മാക്സിമം ഞങ്ങളുടെ സൈഡിൽ നിന്ന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. ഐ ഹാവ് സോ മെനി ക്വസ്റ്റ്യൻസ്. Yeah. കാരണം ആദ്യമായിട്ട് ഞാൻ പറയാം, ഇപ്പൊ ഐ എം വിജയൻ, ജോ ചേട്ടന്റെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും ഒരുപാട് പ്രഷർ തോന്നുന്നുണ്ടോ? ലൈക്ക് ഇത്രയും സ്റ്റോൾ വാട്ട്സ് അല്ലെങ്കിൽ ഇത്രയും ഐക്കോൺസ് ഉള്ള ഒരു സ്ഥലത്ത് നിന്നാണ് കളിക്കുന്നത്. അല്ല അങ്ങനത്തെ ഒരു ക്ലോസ് അതിന്റെ അടുത്തെങ്കിലും എത്തി കളിക്കണം എന്ന് ഒരു പ്രഷർ ഉണ്ടോ? അല്ല തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ. ഇപ്പം നമുക്കറിയാവുന്ന ഒരാൾ, നമ്മുടെ ഒപ്പമുള്ളൊരു ആള് നന്നായിട്ട് കളിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരൊക്കെ പ്രൗഡായിട്ട് പറയുന്നൊരു സ്ഥലത്തുനിന്ന് ഉള്ളൊരു ടീം പോയി വിജയിക്കുക എന്നൊക്കെ പറയുന്നത് അവരുടെയും ഒരു പ്രൗഡ് മൊമെൻ്റ് ആണല്ലോ. അപ്പം അവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അവരുടെയും കൂടെ ആഗ്രഹത്തിന് നമ്മൾ മാക്സിമം കൂട്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് ഇടുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യയുടെ കളി കാണുമ്പോൾ നമ്മൾ ഇന്ത്യയുടെ ആൾക്കാരാണ്, അല്ലേ? നമ്മളൊരു സ്റ്റേറ്റ് വൈസ് എടുക്കുമ്പോൾ നമ്മൾ ആ സ്റ്റേറ്റിൻ്റെ കേരള ടീമാണ് നമ്മുടെ ഇത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊച്ചിയിലേക്ക് വരുവാണെങ്കിൽ, ഇപ്പം എൻ്റെ ടീം കൊച്ചിയാണെങ്കിൽ കൊച്ചിയാണ് എൻ്റെ ടീം, അങ്ങനെയായി മാറുമല്ലോ. അപ്പം എന്ന് പറഞ്ഞ പോലെ തൃശ്ശൂരാണ് ഇപ്പോൾ നമ്മുടെ ടീം. 6 ടീമിൽ ഒരു ടീം തൃശ്ശൂർ ആയതുകൊണ്ടിട്ട് തൃശ്ശൂർ ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും, പിന്നെ തൃശ്ശൂരിനെ സ്നേഹിക്കുന്നവരും, പിന്നെ പുറത്തുനിന്ന് കളിയൊക്കെ കണ്ടിട്ട് നന്നായിട്ട് തൃശ്ശൂർ ടീം കളിക്കുന്നുണ്ട് എന്ന് തോന്നുന്ന ഒരു ലെവലിലേക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ളവരെല്ലാം തൃശ്ശൂരിൻ്റെ ഒരു ഭാഗമായി മാറുക, അല്ലെങ്കിൽ തൃശ്ശൂരിൻ്റെ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ഇപ്പൊ ലക്ഷ്യം. തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു ടീം കുറച്ചും കൂടെ ലേറ്റ് ആയിട്ടാണ് വന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ മറിച്ച് ഞാനൊരു പുതിയൊരു സീസൺ സ്റ്റാർട്ട് ചെയ്യാണ്, കേരള സൂപ്പർ ലീഗ് കേരള സീസൺ 1. ഇതിൽ തൃശ്ശൂർ അവസാനമായിട്ടല്ല കിട്ടിയത്. പുതിയതായിട്ട് ഏത് ടീം വേണമെങ്കിലും സെലക്ട് യെസ്. ചെയ്യാം. തൃശ്ശൂർ എന്ന് പറയുന്ന ഒരു ടീം മാറ്റുമോ? ഇല്ല, നമ്മളിനിപ്പോൾ തൃശ്ശൂരിൻ്റെ ഒപ്പം ഉള്ളൂ. നമുക്ക് എപ്പോഴും എന്താണെന്ന് പറയുക, നമുക്ക് നമ്മളായിട്ട് ഫോം ചെയ്ത് എടുക്കുന്ന ഒരു ടീം പെർഫോം ചെയ്ത് അതിൽ മുന്നിട്ട് വരുന്നതും ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസിലേക്കൊക്കെ വരുന്നതാണ് നമ്മുടെ ഒരു സന്തോഷം. അപ്പം നമ്മളിപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെ കേട്ടോ, ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളൊരു ടീമാക്കിയെടുത്ത് അതിനെ പെർഫോം ചെയ്യിച്ച് ടൈം എടുത്ത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് ഒരു എന്താ പറയുക, അതിനെ മൊത്തത്തിലൊരു കളറൊക്കെ ആക്കി അതിനെ പെർഫോം ചെയ്യിച്ച് റിസൾട്ട് ഉണ്ടാക്കി മാറ്റുന്നതിൽ സന്തോഷം കാണുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടിട്ട് തീർച്ചയായിട്ടും തൃശ്ശൂർ മാറ്റമില്ല, തന്നെ തൃശ്ശൂർ ആയിരിക്കും. തന്നെയാണ്, തൃശ്ശൂർ മാജിക് എഫ്സി തന്നെയായിരിക്കും. നേരത്തെ ഞങ്ങൾ അജ്മലിക്കയുടെ സംസാരിച്ചു, അജ്മലിക്ക ഫ്രം മലപ്പുറം FC. അപ്പോൾ അജ്മലിക്ക ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അതായത് ലിസ്റ്റിൻ വരുമ്പോഴത്തേക്കും അവൻ്റെ അടുത്ത് ഇത് ചോദിച്ചാൽ മതി. നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഫാൻസ് ഒന്നും ഇല്ലായിരുന്നല്ലോ, കാരണം മലപ്പുറത്തായിരുന്നല്ലോ, മലപ്പുറം FCയുടെ ക്ലബിലായിരുന്നല്ലോ, ഗ്രൗണ്ടിലായിരുന്നല്ലോ നിങ്ങൾ കളിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഒരു വഴിക്ക് രക്ഷപ്പെട്ടു പോയി. പക്ഷെ ഈ പ്രാവശ്യം ജൂനിയർ ആർട്ടിസ്റ്റിനെയാണോ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്തിരിക്കണേ ഈ സ്റ്റേഡിയം ഫില്ല് ചെയ്യാനായിട്ട്? അല്ല അതിനുള്ള അത് മറുപടി? ഇല്ല, കുഴപ്പമില്ല. കാരണം ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പെർഫോമൻസും ടോട്ടൽ റിസൾട്ടൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അജയൻ ഭായി അത് ചോദിച്ചത്. കുഴപ്പമില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് കുറേ പോരായ്മകളുണ്ടായിരുന്നു. തീർച്ചയായിട്ടും കുഴപ്പമില്ല. അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ പറഞ്ഞത് തൃശ്ശൂരിനെ ഒരു ഫാൻ ബേസ് ആയിട്ടുള്ള ഒരു ക്ലബ്ബായിട്ട്, ഒരു ടീമായിട്ട് മാറ്റും. കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ അകത്ത് ഒരു ടൈം കിട്ടിയില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾക്ക് എവേ മാച്ച് ആയിരുന്നു, ഞങ്ങൾക്ക് ഹോം ഗ്രൗണ്ട് ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തൃശ്ശൂരുള്ള കളി ഞങ്ങൾക്ക് ഇല്ല. ഒന്നെങ്കിൽ മലപ്പുറം, കാലിക്കറ്റ്, ട്രിവാൻഡ്രം, കണ്ണൂർ, അപ്പം ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ളതായിരുന്നു, എവേ മാച്ചുകളായിരുന്നു കൂടുതൽ. അപ്പം നമുക്കൊരു സ്ഥിരമായിട്ട് അതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പം അങ്ങനെയാണല്ലോ നമുക്ക് എല്ലാം. അവർക്കെന്ന് പറയുന്നത് അങ്ങനെയല്ല, മലപ്പുറത്ത് ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം അവരെന്തുകൊണ്ടിട്ടാണ് മലപ്പുറത്തിനെ അത് സെലക്ട് ചെയ്തത്? കാരണം മലപ്പുറത്തിന് കൂടുതൽ ഫാൻ ബേസ് ഉണ്ട്. കാരണം ഒരു ഫുട്ബോളിനോട് അതുപോലെ ക്രേസ് ആയിട്ടുള്ള ഒരു ഇതാണ്. നമ്മൾ ചെറിയൊരു മാച്ച് വെച്ച് കഴിഞ്ഞാൽ പോലും അവിടെ കൂടുതൽ ആളുകൾ വരുന്നൊരു സ്ഥലമാണ്. സോ നമ്മൾ ഇതൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ കൂടുതൽ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ ഉണ്ടായേക്കുന്ന സ്ഥലമാണ് തൃശ്ശൂർ. അപ്പോൾ ഇവിടെ കൂടുതൽ
ഫാൻ ബേസ് ഉള്ള ഒരു ടീമിനെ നമ്മൾ ഇവിടെ ഉണ്ടാക്കും. ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഞങ്ങൾക്ക് ബോൾ കിട്ടിയേക്കുന്നത്. ഇനി മുതൽ ഞങ്ങൾ തട്ടി തുടങ്ങട്ടെ. അപ്പത്തേനും ഞങ്ങൾ നോക്കട്ടെ ജൂനിയർ ആർട്ടിസ്റ്റിനെയാണോ റിയൽ ഫാൻസിനെയാണോ ഞങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് നോക്കട്ടെ. മറിച്ച് അജ്മലിക്കിനോട് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ടോ? ഒന്നുമില്ല, ഓ ഞങ്ങൾ ജയിച്ചിട്ടേ ഉള്ളൂ ക്വസ്റ്റ്യൻ ഉള്ളൂ. ഓക്കെ, നമ്മുടെ പെർഫോമൻസ് ആയിരിക്കും അത്രേ നമ്മുടെ ഉള്ളൂ, മറുപടി. അത്രേ ഉള്ളൂ. ചാക്കോച്ചൻ കൂടെയുണ്ട്, അത് വലിയൊരു ഹരമായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഞാൻ ചാക്കോച്ചനോട് പറഞ്ഞു, ചാക്കോച്ചൻ നമുക്ക് ബ്രാൻഡ് അംബാസഡറായിട്ടും ഓണറായിട്ടും ഒക്കെ ചാക്കോച്ചന് ഫുൾ ഫ്രീഡത്തോടെ വരാൻ പറ്റിയ കേരളത്തിലെ ഏക ടീം തൃശ്ശൂർ ടീം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചാക്കോച്ചൻ ധൈര്യമായിട്ട് വരണം, നമ്മുടെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിൽക്കണം, ടീമിൻ്റെ ഓണറാവണം എന്നെല്ലാം ഇവൻ പറഞ്ഞു. ഒരു വ്യവസ്ഥകളോ എഗ്രിമെൻറ്റുകളോ ഒന്നുമില്ലാതെ തന്നെ ചാക്കോച്ചൻ ഞങ്ങളുടെ ടീമിലേക്ക് വന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം. ചാക്കോച്ചനുമായിട്ട് നീണ്ട 10-15 വർഷത്തെ ബന്ധമാണ് ഉള്ളത്. അപ്പോൾ ചാക്കോച്ചൻ ഞങ്ങളുടെ ടീമിൻ്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് ടീം ഓണറായിട്ട് വരുമ്പോൾ ഞങ്ങളുടെ തൃശ്ശൂർ ടീമിലുള്ളവർക്കും ടീമിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവർക്കും തൃശ്ശൂറുകാർക്കും എല്ലാം ഒരു അഭിമാനമുള്ളൊരു കാര്യമാണ്. അപ്പം ചാക്കോച്ചൻ എല്ലാ സപ്പോർട്ടിനും ചാക്കോച്ചൻ ത്രൂ ഔട്ട് കൂടെ ഉണ്ടാകുമെന്നുള്ളത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് അതും ഒരു എന്താ പറയുക സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എന്താ പറയുക, ചാക്കോച്ചൻ ഇതിൻ്റെ ഓരോ അപ്ഡേറ്റ്സുകളെ കുറിച്ച് ഇപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ അപ്ഡേറ്റുകളെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇനി ചാക്കോച്ചൻ്റെ ആക്റ്റീവ് ആണ്. തീർച്ചയായിട്ടും ആക്റ്റീവായിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. കാരണം ഇപ്രാവശ്യമാണല്ലോ നമ്മൾ ചാക്കോച്ചനെയും അപ്രോച്ച് ചെയ്തത്. ആക്ച്വലി നേരത്തെ ഞാനിത് പറഞ്ഞപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇതിനൊന്നും ഉള്ള ഒരു ടൈം ഉണ്ടായിരുന്നില്ല. അന്ന് നമ്മൾ നിവിൻ പോളി ആയിട്ടായിരുന്നു ആദ്യത്തെ ഫസ്റ്റ് കൊല്ലത്തെ ബ്രാൻഡ് അംബാസഡറായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾ ത്രൂ ഔട്ട് ടീമിൻ്റെ ഓണർഷിപ്പിലേക്കൂടെ ചാക്കോച്ചൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അത് ഞങ്ങളുടെ ടീമിനും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഈ ഫുട്ബോൾ കളിക്കും കൂടെ ഒരു ഹരം പകരുന്ന ഒരു കാര്യമാണ്. കാരണം ഒരു ബേസിലുണ്ട്, ഒരു സഞ്ജു സാംസൺ ഉണ്ട്, പൃഥ്വിരാജുണ്ട്, ആസിഫ് അലി ഉണ്ട്. അപ്പോൾ എല്ലാ ടീമിനും ഓരോരോ ആൾക്കാർ വീതമുണ്ട്. അപ്പോൾ അതെല്ലാം ഇതിൻ്റെ എന്താ പറയുക, ഇതൊരു മൊത്തം കളർഫുള്ളൂടെ ആക്കുവാണല്ലോ. സ്പോർട്സും സിനിമയും എല്ലാം കൂടെ ഒരു മിക്സപ്പായിട്ട് വരുമ്പോൾ ഒരു ഇതൊന്നും കൂടെ ഒന്നുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ വൈബ്രന്റ് അതെ ആകും, അതെ ആൾക്കാർ അതെ കാണും, അതെ എക്സൈറ്റിംഗ് ആളുകൾക്ക് കാണാനുള്ള ആ ഒരു സ്പിരിറ്റും ഒരു ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഉണ്ടായി വരും. അപ്പം നമ്മളും അതങ്ങനെയാണല്ലോ, ഓരോ കൊല്ലങ്ങൾ ഇങ്ങനെ പോകും തോറും ഇതിനെ എത്രത്തോളം ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കൊക്കെ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ശ്രമിച്ചുകൊണ്ടിട്ടിരിക്കുന്നത്, ഞാൻ ഉൾപ്പെടെ. നാളെ ഒരു അങ്ങനെയാണെങ്കിൽ നാളെ ഒരു സിനിമ ഇപ്പോൾ ഉണ്ടാക്കാണ്, റൈറ്റ്? ഫുട്ബോൾ റിലേറ്റഡ് സിനിമ. ഓഫ് കോഴ്സ് ഒരുപാട് ആൾക്കാർ ക്ലോസ് ആണ്, ക്ലോസ് ഫ്രണ്ട്സ് ആണ്. ആരായിരിക്കും പക്ഷെ അതിലെ നായകൻ? അല്ല, അങ്ങനെയല്ല. അതാ ഫുട്ബോൾ എന്ന് പറയുമ്പം ഏത് ടൈപ്പ് ഏത് പ്രായക്കാർക്ക് പറ്റിയത് അങ്ങനെ. സിനിമ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ആർട്ടിസ്റ്റിനെ അങ്ങനെയാണല്ലോ ചൂസ് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള ആളുകളെയെല്ലാം അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ ആക്സസ് ഉള്ള ആളുകളെയെല്ലാം ആ കഥയ്ക്ക് വെക്കാമെന്ന് അതിനർത്ഥമില്ല. ഫുട്ബോളിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ആ കഥാപാത്രം എത്ര വയസ്സുള്ളതാണ് എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മളൊരു സിനിമ ഓക്കെ, നമ്മൾ കഥാപാത്രത്തിന്റെ വയസ്സ് ഒരു 25 to 35 അല്ലെങ്കിൽ 40, 25 to 40, ആ ഒരു ലൈക്ക് മിഡ് അഡൾട്ട്. അല്ല, അപ്പം നമ്മളിപ്പോൾ ഇവരെ എല്ലാം ഒരേ ടീമിൽ തന്നെ കൊണ്ടുവരും. ഞാൻ ഇവരെല്ലാം കണ്ടോ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അല്ലല്ല, ഇപ്പൊ ഭയങ്കര ഞാൻ സേഫ് ആയിട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞ ഇപ്പൊ പൃഥ്വിരാജ് ആയിക്കോട്ടെ, അല്ലെ ചാക്കോച്ചൻ ആയിക്കോട്ടെ, ബേസിലായിക്കോട്ടെ, ആസിഫ് അലി ആയിക്കോട്ടെ, ഇവരെല്ലാം എൻ്റെ കൂടെ ഒപ്പം വർക്ക് ചെയ്തവരാണ്. എൻ്റെ കൂടെ പാർട്ട്ണറായിട്ടുള്ള പൃഥ്വിരാജ് ഉണ്ട്, അല്ലെങ്കിൽ ആ ചാക്കോച്ചനും ഈ സിനിമയും ഇപ്പം ഞാൻ ചെയ്യുന്ന പടം ഒരുമിച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ബേസിൽ നമ്മുടെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം ഇവർക്കൊപ്പം നമ്മൾ ട്രാവൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ മാറ്റി നിർത്തിക്കൊണ്ടിട്ട് അങ്ങനെയല്ലല്ലോ, അല്ലേ? കുഴപ്പമില്ല. നമുക്ക് എല്ലാവരും വേണം, എല്ലാവരും നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ്. അപ്പം ഓരോരോ പടങ്ങൾ ചെയ്യുമ്പം ഓരോരുത്തരൊക്കെ ആയിട്ട് നമ്മൾ സോ ബേസിക്കലി ഒരു അഗൈൻ ഒരു അമേസിംഗ് ഫുട്ബോൾ ഫിലിം വിത്ത് ഓൾ ദി ഫ്രണ്ട്സ്. അല്ല, അതാണ് അങ്ങനെയാണല്ലോ. ഫുട്ബോൾ ടീം ആകുമ്പോൾ നമുക്ക് മാക്സിമം ആർട്ടിസ്റ്റുകളൊക്കെ ചേർക്കാമല്ലോ. അതിൻ്റെ അകത്ത് പിന്നെ പ്രശ്നമില്ലല്ലോ. പ്രശ്നമില്ല. ഓക്കെ 11 പേരെ വെച്ച് ഒരു ടീമിൽ 11 മറ്റേ ടീമിൽ 11 നമുക്ക് മിക്സ് ചെയ്ത് കളിക്കാം, ഓക്കെ അല്ലേ? അങ്ങനെയല്ലേ ടീം നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ആക്കാമല്ലോ. കണ്ടോ, അപ്പൊ അത് സേഫ് ആയി. ഓക്കെ, ഓൾറൈറ്റ്. നമുക്കിപ്പോ ഇനി നമ്മുടെ റാപ്പിഡ് ഫയറിലേക്ക് കടക്കാം. ആൻഡ് വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതിനുള്ള ചെറിയൊരു ആൻസർ. ആൻഡ് ഏത് പോയിന്റിൽ എങ്കിലും എന്തെങ്കിലും ഇലാബറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചും കൂടെ സംസാരിക്കാൻ തോന്നുകയാണ്, അങ്ങനെയാണെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ. ഓക്കെ, ഓൾറൈറ്റ്. ഏതാണ് കുറച്ചും കൂടെ ടെൻഷൻ തരുന്നത്? ഒരു മാച്ചിന്റെ ഏറ്റവും അവസാനത്തെ 5 മിനിറ്റ് അല്ലെങ്കിൽ ബോക്സ് ഓഫീസിന്റെ റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു? ടെൻഷൻ തരുന്നത് നമുക്ക് കളിയുടെ റിസൾട്ട്
അറിയുമ്പോഴാണല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ 5 ഗോള് വാങ്ങുവും നമ്മൾക്ക് 1 ഗോള് തിരിച്ചടിക്കാനേ പറ്റുള്ളെങ്കിൽ പിന്നെ അതിൻ്റെ അകത്ത് ടെൻഷൻ്റെ ആവശ്യമില്ല ആക്ച്വലി. നമ്മളിപ്പോൾ ഒരു 1-1 അടിച്ച് നിൽക്കുവാണ്, ലാസ്റ്റ് മിനിറ്റ് കളി തീരാറാകുന്നതിൻ്റെ തൊട്ട് മുമ്പ് 1 ഗോളും കൂടെ കിട്ടി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കൂടുതൽ ടെൻഷൻ ആവുമല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും ഇനി തീരുന്നതിന് മുമ്പ് അടുത്ത ഗോൾ അടിക്കണം, സമനിലയെങ്കിലും നേടണം എന്നൊക്കെ നമുക്ക് അങ്ങനെ തോന്നാമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ഈ ഫുട്ബോൾ കളി എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോ സെക്കൻഡും വളരെ പ്രധാനപ്പെട്ട ആയതുകൊണ്ടിട്ട് നമുക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടാവും എന്നാണ് സോ തോന്നുന്നത്. ഫുട്ബോൾ. Yes. ഓക്കെ. ആരാണ് കുറെ കൂടെ ഡ്രമാറ്റിക്? മൂവി സ്റ്റാർസ് ആണോ ഫുട്ബോളേഴ്സ് ആണോ? ആരാണ്? അത് മൂവീസ് ആയിരിക്കും കുറച്ചും മൂവി കൂടെ. സ്റ്റാർസ്. ഓക്കെ. ഓൾറൈറ്റ്. ഏത് ഫ്രണ്ടിനെയാണ് നമുക്ക് തോൽപ്പിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആളും? പൃഥ്വി, ആസിഫ് ഓർ അജ്മലിക്ക? അല്ല, അജ്മലിക്ക അല്ല. അജ്മലിക്ക എന്നോട് ചോദിച്ചെങ്കിലും അജ്മലിക്ക അല്ല. ഞാൻ പൃഥ്വിനെ തന്നെ ഒന്ന് തോൽപ്പിക്കട്ടെ. ഓ നേരെ. ഓക്കെ. തൃശ്ശൂരിന്റെ ഒരു 12th മാൻ ആയിട്ട് ആരെങ്കിലും കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആരായിരിക്കും? 12th മാൻ ഉദ്ദേശിച്ച് അതായത് ഏറ്റവും വലിയ ഒരു ഫാൻ എന്നുള്ള രീതിയിൽ, സോ അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിന്റെ ഒരു ടീമിനായിട്ട് ഇഫ് യു വാണ്ട് ടു ഹാവ് സംവൺ, ഹൂ വുഡ് യു ലൈക്ക് ടു സീ ആസ് ദ ബിഗസ്റ്റ് ഫാൻ, ആസ് ദ ബിഗസ്റ്റ് സപ്പോർട്ടർ? ഓഫ് കോഴ്സ് ചാക്കോച്ചൻ ഉണ്ട്. ഉം. ചാക്കോച്ചൻ അല്ലാതെ തന്നെ നമുക്ക് പുതിയൊരാളെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതാരായിരിക്കും? അല്ല, അങ്ങനത്തെ ലെവലിൽ ഞാൻ ചിന്തിച്ചില്ലേ. കുറച്ചും കൂടെ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരാൾ നമ്മുടെ ടീമിലേക്ക് വരണം എന്നൊക്കെ നമ്മൾ ആദ്യമേ ഇപ്പം ഇവൻ ചിന്തിച്ചിരുന്നു. അപ്പോൾ അറിയാലോ, നമ്മുടെ ടീമിലേക്ക് ഒരാൾ വരിക എന്നുള്ളതൊന്നും അത്ര ഒരു ചെറിയൊരു കാര്യമല്ലല്ലോ. ഇതിൻ്റെ ഒരു കോൺട്രാക്ടർ, അവരുടെ ഡിമാൻഡുകൾ അങ്ങനെയൊക്കെ വെക്കുന്ന ഒരു ഇതുണ്ടല്ലോ. നമ്മുടെ ടീം ഇനിയും മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ അങ്ങനെയൊക്കെ ഈവൻ ചിന്തിക്കും. ഓക്കെ. ഓൾറൈറ്റ്. തൃശ്ശൂർ FC ഒരു മൂവി ജോൺറ ആയിരുന്നെങ്കിൽ അതെന്ത് ടൈപ്പ് ഓഫ് മൂവി ആയിരിക്കും? ത്രില്ലർ ആയിരിക്കോ, കോമഡി ആയിരിക്കോ, ഡ്രാമ ആയിരിക്കോ? ത്രില്ലർ ആയിരിക്കും. ഓക്കെ. ഓൾറൈറ്റ്. നമ്മൾ ഇനി അടുത്തൊരു സെഗ്മെന്റിലേക്ക് കിടക്കാണ്, വിച്ച് ഇസ് കോൾഡ് റെഡ് കാർഡ് ഓർ ഗ്രീൻ കാർഡ്. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അഗ്രി ചെയ്യുകയാണെങ്കിൽ ഗ്രീൻ കാർഡ്, അല്ലെങ്കിൽ റെഡ് കാർഡ്. ഓക്കെ. ഓക്കെ. റെഡ് ഗോ റെഡി. ഓക്കെ. തൃശ്ശൂർ ഈ വർഷം എല്ലാവരും ഷോക്ക് ചെയ്യും. ഗ്രീൻ. ഓക്കെ. കേരളത്തില് സ്റ്റേഡിയംസ് ആണ് ആവശ്യം, മൾട്ടിപ്ലക്സസ് അല്ല. ആക്ച്വലി അതെനിക്ക് രണ്ടും പറയണമെന്നുണ്ട് ആക്ച്വലി. പക്ഷേ ഞാനൊരു പുതിയൊരു കാർഡ് ഉണ്ടാക്കിയേക്കാം. വൈറ്റ് എന്ന് പറയുന്ന ഒരു കാർഡ് ഉണ്ടാക്കിയേക്കാം. ദൈവം, ഈ ഒരു ഓപ്ഷൻ ഞാൻ പറയാൻ സമ്മതിക്കില്ല, പക്ഷെ കുഴപ്പമില്ല. ഓക്കെ, ലിസ്റ്റഡ് ആയതുകൊണ്ട് ഞാൻ സമ്മതിക്കാം. ആക്ടേഴ്സ് ഷുഡ് സ്റ്റിക്ക് ടു ഫിൽംസ്, നോട്ട് ഫുട്ബോൾ. ആക്ടേഴ്സ് മൂവീസ് മാത്രം ചെയ്താൽ മതി, ഫുട്ബോൾ കളിക്കണ്ട. ബോത്ത്. അതും വൈറ്റ് അടിക്കാം. രണ്ടും ചെയ്തിട്ട് അതുകൊണ്ട് അല്ല, എന്താന്ന് പറയാ, ഞാൻ അത് പറയുന്നത് എന്താന്ന് വെച്ചാൽ ആക്ടേഴ്സ് ഉള്ളത് കൊണ്ടിട്ടാണ് ഇപ്പൊ ഇതിൻ്റെ അകത്ത് എല്ലാം വന്നിട്ട് ബ്രാൻഡ് അംബാസഡർ ആയിട്ട് പൃഥ്വിരാജ് അല്ലെങ്കിൽ റെഡ് കാർഡ്. ആ ആക്ടേഴ്സ് മൂവീസ് മാത്രമല്ല ഫുട്ബോളും കളിക്കണമെന്നാണ്. അപ്പൊ റെഡ് ഉം. കാർഡ് അല്ലേ? ഓക്കെ. ഇത് എല്ലാത്തിനും വൈറ്റ് പിടിക്കരുത്. എന്നാ ശരി. ഓക്കെ. ഓക്കെ. തൃശ്ശൂർ ഫാൻസ് ആർ അണ്ടർ റേറ്റഡ്, പക്ഷേ ദേ വിൽ റൈസ്. ഗ്രീൻ. Correct. Okay. Cinema controversies are tougher than football controversies. ഗ്രീൻ. സിനിമ കോൺട്രവേഴ്സി ആണ് കുറച്ചും കൂടെ ബുദ്ധിമുട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഫുട്ബോൾ കോൺട്രവേഴ്സിയെക്കാളും. ഗ്രീൻ. ഗ്രീൻ. യെസ്. Okay. All right. Owners sometimes enjoy the limelight more than players. റെഡ്. Red. Okay. Football matches are tougher to produce than movies. ഫുട്ബോൾ മാച്ച് ആണോ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുണ്ട് ചെയ്യാൻ വേണ്ടി, പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സിനിമയെക്കാളും? റെഡ് ഓർ ഗ്രീൻ? റെഡ്. റെഡ്. സോ ഫുട്ബോൾ മാച്ച് അത്രയും ബുദ്ധിമുട്ടല്ല, മൂവീസ് ആണ് ബുദ്ധിമുട്ട്. ഓക്കെ. then okay, so Thrissur deserves to be the new football capital of Kerala. ഗ്രീൻ. ഗ്രീൻ. കാരണം Yeah. ഇപ്പൊ മലപ്പുറം എന്നാണ് Yes. കരുതുന്നത്. സോ തൃശ്ശൂർ ആണ് അടുത്ത ഫുട്ബോൾ ക്യാപിറ്റൽ. അതിനുള്ള ഫുൾ പ്രിപ്പറേഷൻസ്. അല്ല, അതാ പറഞ്ഞത്. ഞാൻ മുമ്പേ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ, നമുക്ക് നോക്കാം, നമ്മൾ ട്രൈ ചെയ്യുവാണല്ലോ. അപ്പം ഈ പ്രാവശ്യം മുതലാണ് ഞങ്ങളൊന്ന് ഫുൾ ഫോമിലാകാനായിട്ട് ട്രൈ ചെയ്യുന്നു. ഓക്കെ. ഏറ്റവും ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള ഒരു വാട്സാപ്പ് മെസ്സേജ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? അതായത് കളി തോറ്റതിന് ശേഷം ആവാം, ആരിൽ നിന്നും ആവാം. കളി തോറ്റതിന് ശേഷം അല്ലെങ്കിൽ ആ കളി ജയിച്ചതിന് ശേഷം ഏറ്റവും ഫണ്ണി അല്ലെങ്കിൽ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു വാട്സാപ്പ് മെസ്സേജ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എന്തായിരിക്കും?
ആര് നിന്നാണെന്നും പറയണം. അല്ലല്ല അങ്ങനെയല്ല. എനിക്ക് ഈ ഫുട്ബോൾ കളി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഇങ്ങനെ തോറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഒരു വണ്ടി ഇങ്ങനെ പെട്ടെന്ന് സ്പീഡിൽ ഇങ്ങനെ വരുവാ. സ്പീഡിൽ വന്നു കഴിഞ്ഞിട്ട് ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുഴിയിലേക്ക് പോയി. എടുത്ത് വണ്ടി ഉം. ചാടി. ഉം. അപ്പോഴത്തേനും ഭയങ്കര ഒരു സൗണ്ട് പീവിൻ കേട്ടു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്താ എനിക്ക് അയച്ചു തന്നത്? അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ജയിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് അതിന് മാച്ചായിട്ടുള്ള സംഭവമാണല്ലോ എന്ന് ഉം. ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഭയങ്കര അതിന് മാച്ചായിട്ടുള്ള സംഭവമാണ് എന്ന് പറഞ്ഞപ്പോൾ അത് ഞാൻ പറഞ്ഞ എനിക്കിത് അയച്ചു തന്നു. പക്ഷേ അയച്ചു തന്നപ്പോൾ എനിക്കതിൻ്റെ അത് മനസ്സിലായില്ല. ഇത് വന്ന് വണ്ടി വരുന്നു കുഴിയിലേക്ക് എടുത്ത് ചാടുന്നു ആയിട്ടാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ചോദിച്ചാൽ അത് എന്താ ഉദ്ദേശിച്ചതെന്നുള്ളൊരു സാധനം. അപ്പോൾ വർത്തമാനത്തിലാണ് എനിക്കത് പേഴ്സണലി അതിൻ്റെ ഒരു ഹ്യൂമർ ഇപ്പം ഇവന് കിട്ടിയത്. കാരണം നിങ്ങളിപ്പോൾ അത് അവരെ തോൽപ്പിക്കും ഇവരെ തോൽപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ വലിയ വന്നത്. നേരെ എഴുപതൊക്കെ എന്നിട്ട് അവസാനം വരെ വലിയ കുഴി ചാടിയിരിക്കുന്ന. കുഴിയിലേക്കാണല്ലോ എടുത്ത് ചാടിയെന്നുള്ള ഓക്കെ. രീതിയിൽ. ഓൾ റൈറ്റ്. ഓക്കെ. താങ്ക് യു സോ മച്ച് ലിസൺ. ഇറ്റ്സ് ബീൻ വെരി എക്സൈറ്റിംഗ്, ഇൻസൈറ്റ്ഫുൾ. പക്ഷേ പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലിസ്റ്റിന്റെ തന്നെ വലിയ ഗ്യാങ് ഓഫ് ഫാൻസ് ആണെങ്കിലും എന്തെങ്കിലും ഒരു മെസ്സേജ്, വാട്ട് വുഡ് ദാറ്റ് ബി? അല്ല അങ്ങനെയല്ല. അതായത് നമ്മൾ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുക. അപ്പം എല്ലാവരുടെയും ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം എന്തെങ്കിലും നമുക്ക് ചെയ്യുക. ഇപ്പോൾ ഫുട്ബോള് അല്ലെ ക്രിക്കറ്റ്, സ്പോർട്സ് എന്നൊക്കെ പറയുന്നത് ഒരു 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 കായികമായിട്ടുള്ള ഇപ്പോൾ സിനിമയൊക്കെ ഇതെല്ലാം മിക്സ് ചെയ്ത് കിടക്കുന്നൊരു കാര്യമാണ്. അപ്പം നമ്മൾ എന്ത് ആകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യണം. നമ്മൾ ഭയങ്കരമായിട്ട് തോക്കും, നാണം കെടും, നമ്മളെ മാറ്റി നിർത്തും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും. ഇപ്പോൾ റൊണാൾഡോ ആയിക്കോട്ടെ അല്ലെങ്കിൽ മെസ്സിയൊക്കെ ആയിക്കോട്ടെ അപ്പം അസുഖബാധിതനായിരുന്നു എന്ന് പറയുന്നു റൊണാൾഡോയൊക്കെ. അപ്പം അവൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഇപ്പം ഈവൻ നമ്മൾ ഹിസ്റ്ററി കേൾക്കുമ്പോൾ വായിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ നമുക്ക് ഇൻസ്പയർ ആവണം. നമ്മളിപ്പം ഓരോരുത്തരുടെ സ്റ്റോറീസ് നമ്മൾ കേൾക്കണം. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് കുറച്ച് നമ്മൾ തന്നെ ഒന്ന് ഇൻജെക്റ്റ് ചെയ്ത് നമ്മൾ തന്നെ കൂടുതൽ ആഗ്രഹമുള്ളവരായിട്ട് വരാനായിട്ട് ശ്രമിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ അതൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ജീവിതത്തിൽ സക്സസ് ആയിട്ടുള്ള എല്ലാവരുടെയും സ്റ്റോറികൾ കേൾക്കുമ്പോൾ അവരൊക്കെ ഇങ്ങനത്തെ ഓരോ റൂട്ടുകളാണ് പറഞ്ഞു പോകാറുള്ളത്. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ടൈമിൽ, കാരണം ഇതൊക്കെ ഒരു ടൈം ലിമിറ്റ് ഉണ്ട്, ടൈം ഫ്രെയിം ഉണ്ട്. ഇപ്പോൾ ബിസിനസ് പോലെയുള്ളൊരു കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു പ്രായം എന്ന് പറയുന്നൊരു കാര്യമില്ല. ഇപ്പോൾ KFC കണ്ടുപിടിച്ച ആൾ എത്ര 84 വയസ്സിലാണ് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു ഏജ് ഒരു ഫാക്റ്റ് അല്ല. ഇങ്ങനെ സ്പോർട്സ് പോലെയുള്ള ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ സിനിമയ്ക്ക് പോലും വേണമെങ്കിൽ പ്രായമായിട്ട് തന്നെ സിനിമയിൽ ആക്ടറായിട്ട് പിവൻ വരാം, കുഴപ്പമില്ല. പക്ഷേ ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് പോലെയുള്ള ഗെയിംസിൽ പറഞ്ഞെങ്കിൽ ഇതിനൊക്കെ ടൈം വളരെ ഫാക്റ്റാണ്. അപ്പം നമ്മളത് ചെറുപ്പം മുതൽ തന്നെ വളരെ ഫോക്കസ്ഡ് ആയിട്ടിട്ട് നിന്നാൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെയുള്ള ഗെയിംസുകളിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആകാനായിട്ട് പറ്റുള്ളൂ. സോ അതുകൊണ്ടിട്ട് നിങ്ങളുടെ ടൈം ആരും വേസ്റ്റ് ചെയ്യരുത്. നമുക്ക് നല്ല ഫുട്ബോൾ പ്ലെയർ ആകണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുക, ശ്രമിക്കുക, പ്രാക്ടീസ് ചെയ്യുക, അതിൻ്റെ പുറകെ നടക്കുക. പിന്നെ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വേണ്ടത് ക്ഷമയാണ് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത്. ആക്ച്വലി ഫുട്ബോൾ കളിക്കുന്നത് ഈ 1.5 മണിക്കൂറോ അല്ലെങ്കിൽ അതിൽ താഴെയോ ആയിരിക്കാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ എക്സ്ട്രാ ടൈം വരുമ്പോൾ അതിൽ കൂടുതലായിരിക്കാം. അപ്പോൾ വരുമ്പോൾ ആ സമയം മാത്രമല്ല, അത്രയും നേരം കളിക്കാനായിട്ട് നമ്മൾ എത്രത്തോളം സമയം പ്രാക്ടീസ് ചെയ്താണ് നമ്മൾ ഒരു നല്ല പ്ലെയറായിട്ട് മാറുന്നത്. അപ്പം അതിന് നമുക്ക് ഏറ്റവും വേണ്ടത് ഡെഡിക്കേഷനാണ്, എനിക്ക് മനസ്സിലായിടത്തോളം. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ ആ രീതിയിൽ മൈൻഡിനെ അത്രയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയും കൂടെ ട്രൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് മുന്നിലേക്ക് വരാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ അത് മാക്സിമം ട്രൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ. ഇപ്പൊ പറഞ്ഞില്ലേ, ലൈക്ക് കുട്ടികളെ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുന്നു, ഇൻസ്പയർ ചെയ്യുന്ന ഒരു കാര്യം. ലിസ്റ്റിനെ ആരാണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ലിസ്റ്റിന്റെ ഇൻസ്പിറേഷൻ ആരാണ്? അല്ല ബിസിനസ് ലൈഫ്. അല്ല നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹങ്ങൾ മാത്രമാണ് നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ മുന്നിൽ കൂടെ ഇങ്ങനെ കടന്നു പോകുന്ന നമ്മൾ TV-യിൽ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഫോണിലെടുത്ത് കാണുമ്പോഴൊക്കെ ഓരോരുത്തരുടെ കോട്ട്സ് ആയിക്കോട്ടെ, വീഡിയോസ് ആയിക്കോട്ടെ, സ്റ്റോറീസ് ആയിക്കോട്ടെ ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് അവരാകാനായിട്ട് പറ്റില്ലെങ്കിലും അവർ പറയുന്ന കാര്യങ്ങളിൽ അവരും ഒക്കെ നമ്മളെപ്പോലെയുള്ള ഒരാളായിരുന്നല്ലോ, സാധാരണ ആളായിരുന്നല്ലോ, അവരൊക്കെ ഇതിലേക്ക് വന്നല്ലോ എന്നുള്ള ആ സ്റ്റോറീസ്, ആ കഥ, ആ നറേഷനൊക്കെ കേൾക്കുമ്പോഴാണ് നമ്മൾ ഇപ്പം ഒരു നല്ല സ്ട്രോങ് കോഫി കുടിച്ചാലോ നമുക്കൊരു ഇത് കിട്ടും. ഉടനെ നമുക്ക് അവരാകാനായിട്ട് പറ്റത്തില്ല, പക്ഷേ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ എപ്പോഴും കിടക്കും.
ഇപ്പോൾ ഞാൻ എന്താ പറയുക, ഇപ്പോൾ തിയേറ്റർ സിനിമകളൊക്കെ ഈവൻ ചെയ്യുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ഒരു സിനിമ ചെയ്താൽ മതി ഒരു സമയത്ത്. പക്ഷേ നമ്മൾ കുറേ അധികം സിനിമ ചെയ്യാനായിട്ട് ശ്രമിക്കും. നമ്മൾ ഏറ്റവും മോശമായ അവസ്ഥയിലാണ് സിനിമ തിയേറ്റർ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് നമുക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ നമുക്ക് റൺ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത് നമ്മൾ അതൊരു പാഷനായിട്ട് എടുത്തിട്ട് നമുക്കത് ഇതിൽ കൂടുതൽ പറ്റും. ഇനി ഇതൊക്കെ നമ്മൾ വളരെ കുറവായേ ഉള്ളൂ. ഇനിയും ഇതിൻ്റെ 10 ഇരട്ടിയാണ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതെന്നുള്ള ആ ബോധ്യം നമ്മുടെ മൈൻഡിൽ കിടക്കണം. അപ്പോൾ എപ്പോഴും നമുക്ക് ആളുകൾ ഇങ്ങനെ നെഗറ്റീവ് പറയും, നമ്മളെ കുറ്റം പറയാനായിട്ട് വരും എന്നുള്ള ബോധ്യം, അതിലൊന്നും നമ്മൾ നമ്മുടെ ഇപ്പോൾ ഞാനിങ്ങനെ വായിച്ചതാണ്. അപ്പോൾ ഒരാൾ പറയുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയും ഒരാൾ പറയുമ്പോൾ നമ്മൾ കരയുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കൺട്രോൾ ആ ആളുടെ അടുത്താണ്. പക്ഷേ അതെ, അപ്പം ആ ആളുടെ അങ്ങനെ ആയിരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. നമ്മുടെ കൺട്രോളിൽ ഇപ്പോഴും നമ്മുടെ കയ്യിലായിരിക്കണം. തെറ്റും ശരിയും ഡിസിഷനും എല്ലാം നമ്മുടെ കയ്യിലായിരിക്കണം. അപ്പം അപ്പോഴേ ഉള്ളൂ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമെങ്കിലും കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ വേറൊരാളുടെ അടുത്ത് നിന്ന് ഒരു അഡ്വൈസ് എടുത്ത് അതിൻ്റെ പുറകെ പോയി ആ കാര്യം ചെയ്ത് നമ്മൾ ഫെയിലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ചിലപ്പോൾ, അതിപ്പോൾ ഓരോ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്താണ്, ചിലപ്പോൾ തോന്നും ഓക്കെ ആ ആൾ പറഞ്ഞത് കൊണ്ടിട്ടാണ് അയ്യോ അതങ്ങനെ സംഭവിച്ചത്, ശരിക്കും ഞാനായിരുന്നെങ്കിൽ ഇന്നതായിരുന്നു ചെയ്യുക എന്നുള്ളത് തോന്നുമല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയൊക്കെ ചിന്തിക്കാതെ ഒരു മുന്നിക്ക് വരണമെങ്കിൽ ആ മാതിരി അം ഒരു ഒരു ഭയങ്കര ഡെഡിക്കേഷൻ നമുക്ക് ഇനിയും 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 വേണം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. നമുക്കിപ്പോൾ ഭക്ഷണം മാത്രമേ ഉള്ളൂ നമുക്ക് ഓക്കെ മതി മതി എന്നൊക്കെ പറയാൻ പറ്റും. ആഗ്രഹം നമുക്ക് ഇനിയും ഇനിയും നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ലൈഫ് ഇങ്ങനെ ഫ്ലൈ ലൈഫിൽ ചെയ്യാൻ പറ്റും. ഇൻസ്പയർ ചെയ്യുന്ന ഒരു വ്യക്തി മാത്രമല്ല, ലൈഫിന്റെ പല പല മൂമെന്റ്സ് ആണ് ഇൻസ്പിറേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതെ, തീർച്ചയായിട്ടും ഏതാണേലും എടുത്തു യൂസഫ് അലിക്ക എന്തായിരുന്നു, എങ്ങനെയായിരുന്നു ദുബായിലേക്ക് പോയത്, പുള്ളി എങ്ങനെയാണ് അവിടെ ചെന്നത്, പുള്ളിയുടെ ഒരു തുടക്കം എങ്ങനെയാണ്. ഇപ്പോൾ അജിഫാൻ എന്ന് പറയുന്ന ഒരു കട ഇപ്പോൾ ഇവൻ തുടങ്ങിയിരിക്കുന്നത് ആൾ ഒരു എഡ്യൂക്കേറ്റഡ് പോലും അല്ല. അപ്പോൾ ആളുടെ ഒരു സ്റ്റോറി, ഞാനിങ്ങനെ ഉള്ള എല്ലാ ആളുകളുടെയും സ്റ്റോറിയൊക്കെ ഇവൻ കേൾക്കും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യിക്കും. ഏതാളുകളുടെ കാര്യങ്ങൾ എടുത്തു. അപ്പോൾ നമ്മളപ്പോൾ ഓക്കെ അവർക്കാകാൻ പറ്റുമെങ്കിൽ നമുക്കും ആകാനായിട്ട് പറ്റും. അതിൻ്റെ അകത്ത് വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്തവരുണ്ട്, വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഒന്നും നേടാത്തവരുണ്ട്. അപ്പം എല്ലാം മിക്സപ്പായിട്ടായിരിക്കും കിടക്കുന്നത്. പക്ഷേ നമ്മൾ ഇതിനെയെല്ലാം കവറപ്പ് ചെയ്ത് പോകുന്നിടത്താണ് പിന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ നിർത്തുന്നവരെല്ലാം നമുക്ക് പോസിറ്റീവ് എനർജി തരുന്നവരെ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കിതെന്താണെന്ന് നെഗറ്റീവ് ഇങ്ങനെ ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പെട്ടെന്നൊരു ഹെഡ് ഏക്ക് പോലെയാവും. ഞാൻ പറഞ്ഞാൽ ഇത് എൻ്റെ തോട്ടാണ്. ഞാൻ പറഞ്ഞ അപ്പം ഇതിൽ അപ്പം ലിസ്ന അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യും, നമുക്ക് അതൊക്കെ എടുത്താലോ, ഓക്കെ ഇതുകൂടെയൊക്കെ ചെയ്താലോ, നമുക്കിപ്പോൾ ഇത്രയും സെറ്റപ്പ് ഇല്ലേ, നമുക്ക് വേണമെങ്കിൽ ആ റിസ്ക് കൂടെ എടുത്താലോ എന്നൊക്കെ തോന്നുന്ന അങ്ങനത്തെ ഉള്ള ആൾക്കാരെയൊക്കെ നമ്മുടെ കൂടെ നിർത്തുവാണെങ്കിൽ നമുക്ക് ഇനിയും ഒക്കെ വരാനായിട്ട് പറ്റും. നിങ്ങൾ ഇപ്പോൾ റിലയൻസിൻ്റെ മുകേഷ് അംബാനിയുടെ കൂടെയൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഉള്ള 35 വർഷമോ ഒക്കെ ആയിട്ടുള്ള സ്റ്റാഫുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരാണ് അവർക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ. ഇപ്പം നമ്മളിപ്പോൾ ഒരു കമ്പനി പോയി പർച്ചേസ് ചെയ്യണം എങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും പ്ലസ് മൈനസുകൾ സാറേ അവിടെ തുടങ്ങുമ്പോൾ ഇന്ന റിസ്ക് ഉണ്ട്, ഇന്ന ഇതുണ്ട്, ഇന്ന എക്സ്പെക്റ്റേഷനാണ്, ഇന്ന വരുമാനമാണ്. ഇപ്പോൾ ഇത് നമ്മൾ തുടങ്ങുവാണെങ്കിൽ ഇത് മൊത്തം നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റും. ഇന്ന സാധനങ്ങളും അതും ഇതും എല്ലാം കൂടെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നമ്മളൊരു മൊണോപ്പൊളി ആയിട്ട് മാറും. അപ്പോൾ അങ്ങനത്തെ ഐഡിയാസ് കൊടുക്കാനും കാര്യങ്ങളും എല്ലാം കൂടി നമുക്ക് ഒരു ദിവസം പേപ്പർ എടുത്താൽ എല്ലാം കൂടെ വായിച്ച് തീർക്കാനായിട്ട് പറ്റത്തില്ലല്ലോ. അപ്പം നമുക്ക് വേണ്ടിയ കാര്യങ്ങൾ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരാനായിട്ടും ഒക്കെ പറ്റുന്ന ടൈപ്പ് ഓഫ് ആളുകളെ നമ്മുടെ ഒപ്പം നിർത്തുക എന്നുള്ളതാണ്. അത് യെസ് യെസ് ടീം വേണം. ഇതെല്ലാം ഒരു ടീമാണ്. ഇപ്പോൾ ഫുട്ബോൾ നമുക്കൊരു സെൻട്രൽ ഫോർവേഡ് ആയിട്ടുള്ള ഒരു പ്ലെയർക്ക് മാത്രം ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അവന് കറക്റ്റ് ടൈമിൽ പാസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പം നമ്മളൊരു ഗോൾ കീപ്പറെ വെച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾ കീപ്പർക്ക് നമ്മൾ ഗോൾ കയറാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ കൂടെ ഒരു അക്കൗണ്ടന്റിനെ വെക്കുന്നത്, നമ്മളൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ വെക്കുന്നത്. നമ്മുടെ അക്കൗണ്ടിലുള്ളതൊന്നും ചോർന്നു പോകാതിരിക്കാനായിട്ട് നമ്മൾ അക്കൗണ്ടൻസി പഠിച്ച ആളായിരിക്കത്തില്ല. അപ്പം നമ്മളെന്തിനാണ് ചാർട്ടേഡ് അക്കൗണ്ടന്മാരെ നമ്മുടെ കൂടെ നിർത്തുന്നത്? അപ്പം നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സേഫ് ആയിരിക്കണം, നമ്മൾ തട്ടുകേട് പറ്റരുത് എന്നുള്ള രീതിയിൽ സംഭവിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ എല്ലാ സൈഡിലും അതിൻ്റേതായ ആൾക്കാരെ നിർത്തണം.
ഇപ്പം Absolutely. യൂസഫലി എവിടെയെല്ലാം ഏതെല്ലാം രാജ്യത്തിൽ ബിസിനസ് നടത്തുന്നു, ഇപ്പം ഏതെല്ലാം രാജ്യത്തിൽ എന്തെല്ലാം ഭാഷകളാണ് ഉള്ളത്. അപ്പം ഈ ഭാഷകളെല്ലാം അറിഞ്ഞിട്ടായിരിക്കത്തില്ലല്ലോ നടത്തുന്നത്. എന്നാൽ അവിടെയെല്ലാം പ്രസ്ഥാനങ്ങളുണ്ടല്ലോ. അപ്പം അത് നോക്കി നടത്താനായിട്ടുള്ള റൈറ്റായിട്ടുള്ള ആളുകൾ നമ്മുടെ ഒപ്പം വേണം. അപ്പോഴേ ഉള്ളൂ നമുക്കിത് വളരാനായിട്ട് ഇപ്പം പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, അമേരിക്കയിൽ ഒരു വലിയൊരു കാശുകാരനുണ്ട് എന്ന് പറയുന്നതിൽ ഒരു വലിയ കാര്യമില്ല. നമുക്കൊരു ന്യൂസ് മാത്രമാണ്. ഇപ്പം ഞാൻ നാട്ടിൽ ഉഴവൂരാണ്. അപ്പം ഉഴവൂരുള്ള ലിസ്റ്റിൻ ഇങ്ങനെയായി എന്ന് പറയുമ്പോൾ എടാ അവനെ നമുക്ക് പണ്ട് പോലെ അറിയാവുന്നതായിരുന്നല്ലോ, അപ്പോൾ അവൻ അതിൻ്റെ ആ ഗ്രൗണ്ടിൽ കൂടെയൊക്കെ കളിച്ച് പറിച്ച് നടന്നതായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ. ഞാൻ പറഞ്ഞ ഇതാകാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ അതാണ് നമ്മുടെ ഒരു ത്വര, അതാണ് നമ്മുടെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ലൈഫിൽ വലിയ ഭയങ്കരമായിട്ട് ആയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റിച്ച് ആവണം, നമുക്കൊരു വലിയ ആളാവണം എന്നുള്ളത് ഒരു ആഗ്രഹമാണ്. പക്ഷേ ഇതായാലും ചെറിയ ആളായാലും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് പറ്റുന്ന ഭക്ഷണമേ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. രാവിലെ അപ്പോൾ എന്നാൽ എനിക്കിന്ന് ഫുള്ള് കാശുണ്ട്, പകൽ വേണ്ട, മുഴുവൻ 24 hours നൈറ്റ് ആക്കിയേക്കാൻ നോക്കിയാൽ നൈറ്റ് ആകത്തില്ല. ഇപ്പം എല്ലാവർക്കും ഒരു അപകടം പറ്റിയാൽ ഒരു ബ്ലഡ് ഇപ്പം ഈവൻ കുത്തിയെടുക്കുമ്പോൾ എല്ലാവരുടെ കളറും റെഡാണ്, എല്ലാവർക്കും 2 കൈ 2 കാല്, ഇതൊക്കെ കോമൺ ഇങ്ങനത്തെ ഫാക്റ്റാണ്. അപ്പം ഞാൻ പറഞ്ഞ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്കൊരു ഇപ്പം കളി ജയിക്കുന്ന പോലെയാണ് ലൈഫ് ജയിക്കുന്നത്. ലിസ്റ്റിന്റെ ലാർജർ ഗോൾ എന്താണ്? അത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ലാർജർ ഗോളാണ്. രത്തൻ ടാറ്റയുടെ ഒരു ടൈപ്പ് ഓഫ് ഒരു സെറ്റ് ഓഫ് കമ്പനീസ് പോലെ ഒരു ലെഗസി ആയിട്ട് പാസ് ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് അങ്ങനെ ആകും, ഇവൻ്റെ ഒരു ആഗ്രഹം എന്ന് വേണമെങ്കിൽ വേറെ ആൾ ഇപ്പം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ഇപ്പം ഇവൻ തോന്നാം. ഞാൻ പറഞ്ഞതിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്ന് വെച്ചാൽ ആളിങ്ങനെ വെച്ചപ്പോൾ ഞാനിങ്ങനെ പത്രമൊക്കെ ഇവൻ നോക്കി, ഇപ്പം ടാറ്റയുടെ ഇങ്ങനെ ബ്രാൻഡുകൾ ഇങ്ങനെ 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 ഇരിക്കുകയാണ്. അപ്പം പുള്ളി നോക്കിയപ്പം എങ്ങനെയാണ് അത്രയും വളർന്നതെന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. അപ്പം മുമ്പേ എന്നോട് ചോദിച്ച പോലെ ഞാൻ ഇത്രയും പ്രസ്ഥാനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത്. ഞാൻ ചിലപ്പോൾ ഇപ്പോൾ ലൈഫിൽ ത്രൂ ഔട്ട് മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്റ്റെപ്പുകളെല്ലാം മൂവ്മെൻറ്റുകളെല്ലാം കറക്റ്റാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ഒരു എന്താ പറയുക ഈസി ആയിട്ട് ഇങ്ങനെ ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് എത്രയോ പേര് വളർന്നിട്ട് നേരെ താഴത്തേക്ക് പോയിട്ടുണ്ട്, ഒന്നുമില്ലായ്മയിൽ വീണ്ടും വന്ന് അവസാനിക്കുമല്ലോ അവരുടെ ലൈഫ്. അങ്ങനെയും സാധ്യതയുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഗോൾ പോസ്റ്റിൽ ഗോളി നിന്നാലും ഗോള് കയറും, ഗോള് കയറാതെ ആ കളി ജയിക്കുന്നതാണ് നമ്മുടെ, അതും ലൈഫായിട്ടൊക്കെ ഒരുപോലെ തന്നെയാണ്. ഓക്കെ, അതാണ് ഏറ്റവും വലിയ ഒരു ലെസൺ ഫ്രം ഫുട്ബോൾ ടു ലൈഫ് ആൻഡ് ബിസിനസ്. ഫൈനലി തൃശ്ശൂരിലെ ആൾക്കാരോട് പറയാനായിട്ടുള്ള ഒരു മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കാരണം കഴിഞ്ഞ പ്രാവശ്യം അവസാനമായിട്ടാണ് തൃശ്ശൂർ മാജിക് FC വന്നത്, എന്നാൽ ഒരു കളി ജയിച്ചു. പക്ഷേ ഈ ഒരു വർഷം ഈ ഒരു സീസൺ പുതിയ ഒരു ആവശ്യത്തോടെയാണ് ഈ ഒരു സീസണിലേക്ക് കയറുന്നത്. അപ്പോൾ ആൾക്കാരോട് സ്പെസിഫിക് ആയിട്ട് പറയാനായിട്ടുള്ള മെസ്സേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നൗ ഇസ് യുവർ ടൈം. ഇപ്രാവശ്യം ഞങ്ങൾ വളരെ കാര്യമായിട്ടാണ് തൃശ്ശൂർ ടീമിനെ മറ്റ് ടീമുകളുടെ അടുത്തേക്ക് മത്സരത്തിന് പറഞ്ഞയക്കുന്നത്. അപ്പം തൃശ്ശൂരുടെ ടീം ഒട്ടും മോശമായിരിക്കത്തില്ല എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം ആസ് എ ഓണർ ഞങ്ങൾക്കുണ്ട്. പിന്നെ എല്ലാ കളികളും മാക്സിമം ജയിക്കാനായിട്ടാണ് ഞങ്ങൾ ശ്രമിക്കുക. അപ്പം തൃശ്ശൂരിൻ്റെ കളികളും മറ്റ് കളികളെല്ലാം കാണാനായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പം മാക്സിമം നന്നായിട്ട് പെർഫോം ചെയ്യുക. കളിയാണ് നമ്മളിപ്പോൾ ഇന്ന് നടക്കുന്ന കളിയാണ് നന്നായിട്ട് കളിച്ചു, ആ ടീം നല്ല ടീമാണ് എന്ന് തോന്നുമ്പോഴാണ് അവർക്ക് അടുത്ത മാച്ചസ് കാണാനായിട്ട് വരാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ. അപ്പോൾ ഓഡിയൻസിൻ്റെ ആംഗിളിൽ നിന്ന് ചിന്തിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യം ഒരു നല്ല ടീമായിരിക്കും. നിങ്ങളെ എല്ലാവരെയും കളത്തിലേക്ക് സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവരുന്നൊരു ടീമാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പോൾ എല്ലാവരെയും സ്റ്റേഡിയത്തിലേക്കാണ് നമ്മൾ വെൽക്കം ചെയ്യുന്നത്. ഒരുപാട് സ്വപ്നങ്ങളുള്ള, ഒരുപാട് ഇൻസ്പിറേഷൻസും ഒരുപാട് എക്സൈറ്റ്മെൻറ്റും എനർജിയുള്ള ഒരു ലിസ്റ്റിൻ ഒരു സക്സസ്ഫുൾ സൂപ്പർ ഡൂപ്പർ സക്സസ് ആവട്ടെ. എല്ലാവരും സ്റ്റേഡിയത്തിലേക്ക് വരണം. ഈ പ്രാവശ്യം പുതിയ ഉന്മേഷത്തോടെയാണ് വരുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ലിസ്റ്റിൻ, ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ തൃശ്ശൂർ മാജിക് സീസൺ 2. യെസ്, താങ്ക് യു.